الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. പ്രിയ സുഹൃത്ത് സൈനി ഉസ്താദ്, മറ്റ് ഉസ്താദുമാരെ, നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മഹത്തായ ഈ ഒത്തുചേരൽ നമ്മിൽ അർപ്പിതമായ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഭാഗമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ജീവിതകാലം മുഴുവനും ഈ പ്രസ്ഥാനത്തിന്റെ പ്രചാരണ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാനുള്ള വലിയ പ്രതിജ്ഞയെടുക്കുന്ന, ഊർജം സമ്പാദിക്കുന്ന ഉന്നതമായ സദസ്സുകളിൽ ഒരു സദസ്സായി നമ്മുടെ ഈ സദസ്സിനെയും അല്ലാഹു അംഗീകരിക്കുമാറാവട്ടെ. കർണാടക കൾച്ചറൽ ഫൗണ്ടേഷന്റെ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് കൂടിയവരാണ് നാം എല്ലാവരും. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അഭിവന്യരായ സയ്യിദിന്റെ കരങ്ങളിലൂടെ ഈ മഹത്തായ കർത്തവ്യത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി തന്നെയാണ് നാം കാണേണ്ടത്. അലൈക്കും ബിൽ ജമാഅ എന്ന മഹത്തായ സന്ദേശം മുന്നിൽ വെച്ചുകൊണ്ട് സൈനി ഉസ്താദ് ചില കാര്യങ്ങളൊക്കെ നമ്മോട് പറഞ്ഞു തന്നു. നമ്മുടെ മഹത്തായ നേതൃത്വത്തിന്റെ കീഴിൽ സംഘടിതമായി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത നാം മനസ്സിലാക്കി. ശരി, എന്ത് ചെയ്യും? സിറാത്തൽ മുസ്തഖീം എന്ന വിഷയമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രവർത്തകന്റെ സ്വഭാവം എന്തായിരിക്കണം, അവന്റെ സംസ്കാരം ഏതായിരിക്കണം, എങ്ങനെയാണ് ഈ സന്ദേശവുമായി ജനങ്ങളെ സമീപിക്കേണ്ടത് തുടങ്ങിയ വിഷയങ്ങൾ സംബന്ധിച്ച് നമുക്ക് രസകരമായ രീതിയിൽ ക്ലാസ് എടുക്കാൻ ഇവിടെ താജുമാഷ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ നീട്ടാതെ ഞാൻ ചുരുക്കി പറയുകയാണ്. നമ്മുടെ ഓരോ ദിവസത്തിലും 17 തവണ നിർബന്ധമായും ഒരുപാട് തവണ സുന്നത്തായുമൊക്കെ നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും കൂടുതൽ ആവർത്തിച്ച് ഈ പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം, ഈ ആവശ്യം യാചിച്ചുകൊണ്ടിരിക്കണം, കൈനീട്ടിക്കൊണ്ടിരിക്കണം എന്ന് പറയാൻ കാരണം, നാം ജീവിക്കുന്ന ഈ സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നല്ലവണ്ണം അറിയാം. നമ്മുടെ മനസ്സറിയാം, നമ്മുടെ മനസ്സിന്റെ വ്യത്യസ്തമായ വികാരങ്ങളും വിചാരങ്ങളും അറിയാം. നമ്മുടെ ചുറ്റുപാടത്തും ഈ പ്രസ്ഥാനത്തിൽ നിന്ന്, ഈ ആശയത്തിൽ നിന്ന്
നമ്മെ പിന്തിരിപ്പിക്കാനുള്ള ഒരുപാട് ശക്തികൾ ഉണ്ട് എന്ന് അള്ളാഹുവിനറിയാം. ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയേറെ തവണ നിർബന്ധമായി തന്നെ ഈ പ്രാർത്ഥന ഉണ്ടായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഈ സിറാത്തുൽ മുസ്തഖീം എന്നതിനെ ഒന്ന് വ്യാഖ്യാനിച്ചു തരികയാണ്. സ്വർഗത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന വിശാലമായ ഒരു വര, ഒരു വഴി. ആ വഴിയുടെ രണ്ട് ഭാഗത്തും ആ വരയുടെ അങ്ങേ അറ്റം വരെ നീണ്ടു കിടക്കുന്ന വിശാലമായ രണ്ട് മതിലുകൾ. ആ രണ്ട് മതിൽ, ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തുമുള്ള രണ്ട് മതിലിലും ഒരുപാട് വാതിലുകൾ. ആ വാതിലുകളിലെല്ലാം കർട്ടൻ തൂക്കിയിട്ട നിലയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുകയാണ്, ഈ വഴിയുടെ മുന്നിൽ ഒരാളുണ്ട്. ആ വഴിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മോട് ആ ആള്, ആ ദായി, പ്രബോധകൻ പറയുന്നുണ്ട്, ഈ വഴിയിലൂടെ തന്നെ നിങ്ങൾ സഞ്ചരിക്കണം, നിങ്ങൾ ഇടവും വലവും മാറി സഞ്ചരിക്കരുത്, ഈ വഴി തന്നെ തിരഞ്ഞെടുക്കണമെന്ന് നമ്മോട് യാചിക്കുന്നു, ആവശ്യപ്പെടുന്നു. അത് അതത് കാലത്തുള്ള ഒരു പ്രബോധകന്റെ ശബ്ദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്നാൽ മുകൾ ഭാഗത്തിലൂടെ നിങ്ങൾക്കൊരു ഉൾവിളി വരുന്നു. ആ ഉൾവിളി പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഇടത് ഭാഗത്തും വലതു ഭാഗത്തും ഒരുപാട് വാതിലുകളുണ്ട്. ആ വാതിലുകളിലൂടെ നിങ്ങൾക്ക് സുഖമായി പ്രവേശിക്കാം, യാതൊരു ബുദ്ധിമുട്ടില്ല. കാരണം വാതിലിട്ട് പൂട്ടിയിട്ടില്ല, കേവലം ഒരു കർട്ടൻ കൊണ്ട് മറച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് സുഖമായി കടന്നു ചെല്ലാവുന്ന ഒരുപാട് വഴികൾ കാണുന്നു. അതിലൊന്നും നിങ്ങൾ പ്രവേശിക്കരുത് എന്നുള്ള ഒരു ഉൾവിളിയും കാണുന്നു. ഈ ഉൾവിളി നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഒരു പ്രത്യേകമായ വികാരമാണ്, ധാർമ്മികതയെ ഉണർത്തുന്ന വികാരം. എന്താണ് ഇത് നമ്മെ ബോധിപ്പിക്കുന്നത്? തെറ്റിലേക്ക് പോകാനുള്ള ഒരുപാട് വഴികളുണ്ട്, അതിന് യാതൊരു പ്രയാസമല്ല. എന്നാൽ ഈ ഓരോ വാതിലിൽ നിന്നും നമ്മെ പലരും ക്ഷണിക്കുകയാണ്. ആ ക്ഷണങ്ങളെല്ലാം നിരസിച്ചുകൊണ്ട് സ്ഥിരമായി അതിനോട് പൊരുതിക്കൊണ്ട് ഈ വഴിയിൽ തന്നെ നിലയുറപ്പിക്കാൻ വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഈ പ്രയാസകരമായ വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉന്നതമായ വിജയം വരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുന്നത്. ഇത് പറയുമ്പോൾ ഒരുപാട് വഴികൾ എന്ന് പറയുമ്പോൾ ആ വഴികളെല്ലാം തെറ്റാണ്, ഈ വഴി മാത്രമാണ് ശരിയെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നാം, ഒരുപാട് വഴികൾ നമ്മുടെ ഇടയിലുമുണ്ടല്ലോ, ഒരുപാട് മദ്ഹബുകളുണ്ടല്ലോ, വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഒരേ വിഷയത്തിൽ തന്നെ നാം വെച്ചു പുലർത്തുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഇതെല്ലാം ഒറ്റ വഴിയാവുന്നത് എന്ന സംശയത്തിന് തീരെ പ്രസക്തിയില്ല. കാരണം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നതിന് മറ്റൊരാൾക്കും ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള വിശദീകരണം വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏതാണ് ഈ മുസ്തഖീമായ വഴി? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അനുഗ്രഹിച്ച, തൗഫീഖ് ചെയ്ത വിഭാഗത്തിന്റെ വഴിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലത്തും ഈ ദീനിന്റെ ഹിഫ്ളിന്റെ ഭാഗമായി ഒരു പറ്റം ആളുകളെ നിശ്ചയിക്കുകയാണ്. ഓരോ കാലത്തും ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽ തന്നെ പ്രവാചകന്മാരെയും കുറച്ച് അനുയായികളെയും നിശ്ചയിക്കുന്നു. അങ്ങനെ നാം ഇതുവരെ എത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹം ചെയ്തവരുടെ വഴി വിശദീകരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ആരാണത്? മിനല്ലദീന അന്നമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ.
അള്ളാഹു തന്നെ വിശദീകരിക്കാം. അത് പ്രവാചകന്മാരുടെ വഴിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാത്രം വഴിയല്ല, പ്രവാചകന്മാരുടെ വഴിയാണ്, സിദ്ദീഖീങ്ങളുടെ വഴിയാണ്. നാം മനസ്സിലാക്കുക, ആദം നബി അലൈഹിസ്സലാമിന്റെ വഴിയായിരുന്നില്ല നൂഹ് നബി അലൈഹിസ്സലാമിനുള്ളത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വഴിയായിരുന്നില്ല പ്രവർത്തന രംഗത്താണ് പറയുന്നത്. മറ്റുള്ള യൂസുഫ് നബി അലൈഹിസ്സലാമിനും അതേ വഴിയായിരുന്നില്ല ഈസാ നബി അലൈഹിസ്സലാമിന്, അതായിരുന്നില്ല ദാവൂദ് നബി അലൈഹിസ്സലാമിന്, അതായിരുന്നില്ല മറ്റോരോ പ്രവാചകന്മാർക്കും. അവരുടെ കാലത്ത് അവരുടെ ജീവിത രീതിയിൽ ശരീഅത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഭാഗത്തിന് ഹറാമായിരുന്നത് മറ്റൊരു ഭാഗത്ത് ഹറാമല്ല. പൂർവികരായ സമുദായങ്ങൾക്ക് പലതും ഹറാമുണ്ടായിരുന്നു, നമുക്കത് ഹറാമില്ല, വ്യത്യസ്ത വഴികളാണ്. എന്നിരിക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇത് മുസ്തഖീമായ വഴിയാണ്. അപ്പൊ മുസ്തഖീമായ വഴി എന്ന് പറഞ്ഞാൽ അല്ലാഹു അംഗീകരിച്ച ഈ വൈവിധ്യം ആ മുസ്തഖീമായ വഴി ഉൾക്കൊള്ളുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ച ഈ പ്രവർത്തന രംഗത്തെ വൈവിധ്യം, അത് വിശുദ്ധ ഖുർആൻ ഈ ദീൻ അംഗീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഒരേ വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ വെച്ച് പുലർത്തിയിരുന്നു, അതിന് തങ്ങൾ അംഗീകാരം നൽകിയിരുന്നു. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ മുസ്തഖീമായ വഴി, ഒരു വഴി, ചൊവ്വായ വഴി എന്ന് പറയുന്നതിന്റെ മാനദണ്ഡം ഏതാണ്? മഹാന്മാരുടെ പാതയ്ക്ക് അനുസരിച്ച് ജീവിക്കുക എന്ന വഴിയാണ്. മഹാന്മാരുടെ അംഗീകാരം ഉണ്ടായിരിക്കണം, ജമാഅത്തിന്റെ അംഗീകാരം ഉണ്ടായിരിക്കണം, സഹാബത്തിന്റെ അംഗീകാരം ഉണ്ടായിരിക്കണം. നമുക്കൊക്കെ അറിയുന്ന ഒരു ഹദീസാണല്ലോ, സാധാരണ മറ്റുള്ള ബിദഈ കക്ഷികളും ഓതാറുള്ള ഹദീസാണ്. നിങ്ങളുടെ ഇടയിൽ ഞാൻ രണ്ട് കാര്യം ഒഴിച്ചിട്ടു. ഏതാണത്? കിതാബുല്ലാഹി വ സുന്നത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു കാലഘട്ടം നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇത് പറയുന്നത് സഹാബാക്കളോടാണ്. ഈ പറയുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ രണ്ട് ചട്ടക്കുള്ളിലായി ഒരു ഗ്രന്ഥമായി കാണിച്ചു കൊടുത്തിട്ടില്ല, ഇറങ്ങിയിട്ടില്ല, തങ്ങളങ്ങനെ തയ്യാർ ചെയ്തിട്ടില്ല. വിശുദ്ധമായ ഹദീസ് വ്യത്യസ്ത ഗ്രന്ഥങ്ങളായി മേശപ്പുറത്ത് വെച്ചുകൊണ്ടല്ല ഞാൻ നിങ്ങൾക്ക് ഈ ഹദീസ് ഒഴിച്ചിട്ടു അല്ലെങ്കിൽ ഈ ഖുർആൻ ഒഴിച്ചിട്ടു എന്ന് പറഞ്ഞത്. ആരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഖുർആൻ കൊണ്ട് ഉദ്ദേശിച്ചത്? ഒരു ഗ്രന്ഥത്തെ ആയിരുന്നില്ല. എന്ന് വെച്ചാൽ രണ്ട് ചട്ടക്കകത്ത് ക്രോഡീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിനായിരുന്നില്ല. ഒരുപാട് ചട്ടകളുടെ ഇടയിലായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥ സമാഹാരത്തിനെ ചൂണ്ടിക്കൊണ്ടായിരുന്നില്ല ഹദീസ് എന്ന് തങ്ങൾ വിശേഷിപ്പിച്ചത്. തങ്ങളിവിടെ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കുന്നതും തങ്ങളുടെ സുന്നത്ത് എന്ന് വിശേഷിപ്പിക്കുന്നതും ആരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ്? തങ്ങളുടെ മുമ്പിലുള്ള സഹാബാക്കളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ്. അവരുടെ ഹൃദയങ്ങളെയാണ്. അവരുടെ ഹൃദയങ്ങളിൽ ഖുർആൻ വേറെയായി കിടപ്പുണ്ട്. അത് വ്യത്യസ്തമായ ഏടുകളിലായി കിടപ്പുണ്ട്, എഴുതപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഗ്രന്ഥമാക്കിയിട്ടില്ല. ഹദീസാണെങ്കിലോ എഴുതപ്പെട്ടിട്ടേയില്ല. തങ്ങളുടെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു, ഖുർആനല്ലാത്ത വല്ലതും നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മായ്ച്ചു കളയാൻ തങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹദീസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള രചനകളും നടന്നിട്ടില്ല. വിശുദ്ധ ഖുർആനാണെങ്കിലോ വ്യത്യസ്ത ഭാഗങ്ങളിലായി ക്രോഡീകരിക്കപ്പെടാത്തതായ രീതിയിൽ, ക്രമീകരിക്കപ്പെടാത്തതായ രീതിയിൽ അവിടെയും ഇവിടെയും എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് കാര്യമായുള്ളത് സഹാബാക്കളുടെ ഹൃദയങ്ങളിലാണ്. ഈ സഹാബാക്കളുടെ മനസ്സിനെ, ഹൃദയത്തെ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ആ വിശ്വാസം നമ്മിലേക്ക് പകർന്നു തന്നുകൊണ്ടാണ് നിങ്ങൾ ഖുർആനിനെ മുറുക്കെ പിടിച്ചോളൂ, നിങ്ങൾ ഹദീസിനെ മുറുക്കെ പിടിച്ചോളൂ എന്ന് പറഞ്ഞത്. ഇവിടെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നമ്മുടെ സംഘടനകളും മറ്റു സംഘടനകളും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കേണ്ടത്.
എന്തുകൊണ്ടാണ് നമ്മൾ സിറാത്തും മുസ്തഖീമായത്? എന്തുകൊണ്ടാണ് ബിദഈ കക്ഷികൾ അല്ലെങ്കിൽ ഫിസ്കിന്റെ ആളുകൾ ഈ പാതയിൽ പെടാതെ പോയത്? എന്തുകൊണ്ടാണ്? ഈ അംഗീകാരം അവർക്ക് ഇല്ല, അത് നമുക്കേ ഉള്ളൂ. സഹാബാക്കളെ ഈ തരത്തിൽ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ നിലപാടുകളിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, പരസ്യമായി ആ സഹാബാക്കളുടെ നിലപാടിനെ ഇവർ ചോദ്യം ചെയ്യുന്നു. സാധാരണക്കാരായ ചെറുപ്പക്കാരുടെയും മറ്റും ഹൃദയത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നു. ലാ യസ്ബുതു ഖദമുൽ ഇസ്ലാമി ഇല്ലാ അലാ ഖന്തറത്തി തസ്ലീം. ഇസ്ലാമിന്റെ പാദം എന്ന് പറയുന്നത് അംഗീകാരത്തിന്റെ, അനുസരണത്തിന്റെ, വിനയപ്രകടനത്തിന്റെ ഒരു കൂമ്പാരത്തിന്റെ മുകളിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അഥവാ ഇസ്ലാം നിലനിൽക്കുന്നത് ഒരുപാട് അംഗീകരണത്തിന്റെ, അനുസരണത്തിന്റെ കൂമ്പാരം വേണം, വലിയ കൂമ്പാരങ്ങൾ. ആ കൂമ്പാരം തന്നെ മനസ്സിലാവും. കർണാടകയും മലയാളം തമ്മിൽ എന്താ സംഭവിക്കാറ്? വലിയ കൂട്ടം, അംഗീകാരത്തിന്റെ കൂട്ടങ്ങൾ. ആ കൂട്ടത്തിന്റെ മുകളിൽ മാത്രമേ ഇസ്ലാമിന്റെ ഖദമ്, ആ കാൽപാദം നിലനിൽക്കുകയുള്ളൂ. ആ അംഗീകാരത്തിന്റെ ആ കൂട്ടത്തിന് കുറവ് സംഭവിക്കുന്നതിനനുസരിച്ച് ഇസ്ലാമിന്റെ കാല് ഒരുത്തന്റെ ഹൃദയത്തിൽ എടറിക്കൊണ്ടിരിക്കും. ഇതാണ് അഹ്ലുസുന്നയുടെ തത്വം. ഈ അംഗീകാരം, പൂർവികരെ അംഗീകരിക്കുക എന്ന സംസ്കാരം ഈ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ആശയത്തിൽ അഹ്ലുസുന്നയുടെ നമ്മുടെ സംഘടനാ സംവിധാനത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഏതൊരു പ്രസ്ഥാനത്തിലേക്കാണോ ഏതൊരാശയത്തിലേക്കാണോ വിളിക്കുന്നത് അവിടെ മാത്രമേ ഇതുള്ളൂ. മറ്റുള്ളവർ മുഴുവനും ഈ ലെവലിനെ, ഇതിനെ എതിർക്കുന്നവരാണ്. അവർ ഖുർആൻ എന്ന് പറയുന്നത് ഈ രണ്ട് ചട്ടക്ക് ഉള്ളിലുള്ളത്, അത് തന്നെ മലയാളത്തിലോ അറബിയിലോ മലയാളത്തിലോ ഇംഗ്ലീഷിലോ കന്നഡയിലോ പരിഭാഷപ്പെടുത്തപ്പെട്ട അവരുടെ കയ്യിലുള്ള രണ്ട് ചട്ടയുടെ അകത്തുള്ള ചില പേപ്പർ കൂട്ടങ്ങൾക്കാണ് അവർ ഖുർആൻ എന്ന് പറഞ്ഞത്. അറബി പോലുമല്ല അവരുടെ കയ്യിലുള്ള ആ പരിഭാഷാ സമാഹാരത്തിന്. ഇതുപോലെയുള്ള ചില സമാഹാരങ്ങളുടെ കൂട്ടങ്ങൾക്ക് തന്നെയാണ് അവർ ഹദീസ് എന്നും വിശേഷിപ്പിക്കുന്നത്. ഇവിടെയാണ് പാളിച്ചകൾ സംഭവിക്കുന്നതും. സിറാത്തുൽ മുസ്തഖീമിന്റെ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോകുന്ന 2-3 ഘടകങ്ങളുണ്ട്. അതൊന്ന് ശിർക്കും കുഫ്റുമാണ്. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. അള്ളാഹ് കാത്തു രക്ഷിക്കട്ടെ, ആമീൻ. രണ്ടാമത് ബിദ്അത്താണ്. മൂന്നാമത് നാം എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് ഫിസ്ഖാണ്. ഈ ചൊവ്വായ മാർഗത്തിൽ നിന്ന് വഴിമാറിപ്പോകുന്ന ആളുകൾ നിൽക്കുന്നത് ഈ 2-3 ഘടകത്തിലാണ് പ്രധാനമായി. പിന്നീട് ഉപഘടകങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇവിടെ എങ്ങനെയാണ് ഈ പറയപ്പെട്ട ഘടകത്തിലേക്ക് ആളുകൾ പോകുന്നത്? ഒരാളും നമ്മുടെ ഒരു സുഹൃത്തും ഞാൻ മുബത്തദിയാൻ പോകാണ് എന്ന് പറഞ്ഞിട്ട് മുബത്തദിയാവില്ല. KCF മെമ്പർഷിപ്പ് നടക്കുന്നത് പോലെ മുബത്തദിന്റെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ആരും മെമ്പർഷിപ്പിന്റെ ക്യാമ്പയിൻ നടത്താറില്ല. ഒരാളും തന്നെ ഞാൻ ഫാസിഖാണെന്ന് പറഞ്ഞിട്ട് ഫിസ്കിലേക്ക് പോവാറില്ല. അതിന്റെ പേരിൽ മെമ്പർഷിപ്പ് നടത്താറില്ല. എല്ലാരും പറയുന്നത് പ്രത്യേകിച്ച് മുബത്തദികൾ പറയുന്നത് നമ്മൾ നല്ലിന്റെ ആളുകൾ തന്നെയാണ്. അപ്പൊ പിന്നെ ഇതിലേക്ക് എങ്ങനെയാണ് ആളുകൾ പോകുന്നത്? ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഈ ബിദ്അത്തിലേക്കും ഫിസ്ഖിലേക്കും, ഫിസ്ഖ് കാരണം എന്താ? കർശനമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക, വിലക്കപ്പെട്ട കാര്യങ്ങൾ വർജിക്കാതെ അത് എടുത്ത് നടക്കുക. നിസ്കാരം എങ്ങനെ ഒഴിവാക്കി പോവാ, എടുക്കൂല. കളവ് പറയൽ, വഞ്ചന, അതുപോലെ പിന്നെ വ്യഭിചാരം തുടങ്ങി കള്ളുകുടി തുടങ്ങിയ അനാചാരങ്ങൾ എടുത്തു നടക്കുക. ഇത് പതിവാക്കുന്ന പരിപാടിക്കാണ് എന്ത് പറയുന്നത്? ഫിസ്ഖ് എന്ന് പറയുന്നത്. ഈ ഫിസ്ഖിലേക്കും ബിദ്അത്തിലേക്കും
പോകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് ഷഹ്വത്ത്, രണ്ട് ശുബ്ഹത്ത്. അല്ലാതെ ആരും ഫാസിഖാണെന്ന് കരുതി ഫാസിഖാവില്ല, മുബത്തദിയാണെന്ന് കരുതി മുബത്തദിയാവാറില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ശുബ്ഹത്ത് വരുന്നിടത്ത് പ്രശ്നം. ഷഹ്വത്തിനെ നിയന്ത്രിക്കുക. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ, ശരീരേച്ഛകൾ എന്ന് പറയുന്ന സാധനം. നമ്മുടെ വീട്ടിലൊരു പരിപാടി ഉണ്ടാവുമ്പോ നമ്മുടെ കുറെ ആഗ്രഹങ്ങളാണ് തലേന്ന് എല്ലാവരും കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മളെയും കുട്ടികളെ കൊണ്ട് കുറച്ച് കൊടുന്ന് പാടിപ്പിക്കണം. കുറെയൊക്കെ ആഘോഷമാകുമ്പോ ഇങ്ങനെയൊക്കെ നടക്കും, അതുകൊണ്ട് അതൊക്കെ അനുവദിക്കണം, അപ്പൊ അതിന് കുറച്ച് ടീമിനെ കൊണ്ടുവരണം, അവരെയും കൂടി സന്തോഷിപ്പിക്കണം, അല്ലേ എങ്ങനെ ഈ കാലത്തൊക്കെ നടക്കുക എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരത് കണ്ട് അതുപോലെ ആവാനുള്ള ഒരു പ്രത്യേകമായ ശഹ്വത്ത്, ഒരാഗ്രഹം. അല്ലാതെ ആരാണ് നമ്മളതിന് നിർബന്ധിക്കാറുള്ളത്? നിങ്ങൾ അങ്ങനെ ചെയ്താൽ മാത്രമേ, 4 പെണ്ണുങ്ങളെ കൊണ്ട് ചാടിയാൽ മാത്രമേ ഞാൻ നിക്കാഹിന് വരുള്ളൂ എന്ന് ഏതെങ്കിലും ഖത്തീബ് പറയാറുണ്ടോ? ആരും നമ്മൾ നിർബന്ധിക്കാറില്ലല്ലോ. പക്ഷേ നമ്മൾ സമൂഹത്തിൽ നിന്ന് അങ്ങനെ ചിലതൊക്കെ കാണുമ്പോൾ നമ്മൾ അതിൽ ആകർഷിക്കപ്പെട്ടു പോവുകയാണ്. അതൊക്കെ നമ്മളും ചെയ്യേണ്ടതാണ് എന്ന നിലക്കോ ഒന്നിരിക്കൽ, അല്ലെങ്കിൽ ഒന്നുകൂടി കുറച്ച് സാലിഹായ ആളാണെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ ആളുകൾ എന്താ നമ്മളെ കുറിച്ച് വിചാരിക്കുക എന്ന നിലക്കോ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. അതുണ്ടായില്ലെങ്കിൽ അതേപോലെ തന്നെ ധൂർത്ത്, അതേപോലെ തന്നെ നമ്മുടെ വേഷത്തില്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് നടത്തുമ്പോ ഹറാമായ വിഷയങ്ങൾ ചെയ്യുക, കളവ് പറഞ്ഞ് സാധനങ്ങൾ ചെലവാക്കുക, അളവ് തൂക്കത്തിൽ കൃത്രിമം കാണിക്കുക, ജപ്പാന്റേതല്ലാത്തത് ചൈനന്റേത് ജപ്പാനാക്കി വിൽക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലായി വിൽക്കുക, അങ്ങനെയൊക്കെ ഈ കാലത്ത് ബിസിനസ് നടക്കുള്ളൂ എന്ന് വിചാരിക്കുക. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മുതലിനോടുള്ള ഒരു പ്രത്യേകമായ ശഹ്വത്ത്, ആ സമ്പാദ്യത്തോടുള്ള പിടിച്ചു നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള ചില താല്പര്യങ്ങൾ, അല്ലെങ്കിൽ മാമൂലുകളുമായി ബന്ധപ്പെട്ട് നാം നടത്തുന്ന വിഷയങ്ങൾ, ഈ ചില വിഷയങ്ങളിലുള്ള താല്പര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരു വിഷയം പറഞ്ഞത് ശുബ്ഹത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ശഹ്വത്തിലൂടെയാണ് നാം ഫിസ്കിലേക്ക് പോയത്. ഫിസ്കിലേക്ക് ഈ തരത്തിലുള്ള പ്രേരണകളാൽ നാം പോവാണ്. ശുബ്ഹത്തിലൂടെ ഈ തരത്തിലുള്ള ഇത് വരും. പ്രത്യേകിച്ച് മറ്റു പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും സഹാബാക്കളുടെ പ്രവർത്തനങ്ങളും വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വരെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോ നാം തന്നെ സംശയാലുക്കളാകുകയാണ്. ശരി തന്നെയാണല്ലോ, ആ പറയുന്നതും കുറച്ചൊക്കെ അങ്ങനെ തന്നെയല്ലേ എന്ന തരത്തിൽ നമ്മെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ മുമ്പിൽ വരികയും ആ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നാം അറിയാതെ ബിദ്അത്തിന്റെ കൂട്ടത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു സുഹൃത്തിനെ, ഓരോരുത്തർക്കും വ്യത്യസ്ത സുഹൃത്തുക്കളായി മനസ്സിൽ കരുതല്ലോ, ഒരു ബിദ്അത്തിലേക്ക് പോയ ഒരു സുഹൃത്തിനെ മനസ്സിൽ വെക്കുക. അദ്ദേഹത്തിന്റെ ആ ബിദ്അത്തിലേക്കുള്ള പോവലിന്റെ തുടക്കം ചിലപ്പോൾ എന്തായിരിക്കും? അദ്ദേഹം ഒന്നിക്കൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഒരു സീഡിയോ മറ്റും. എന്തു കണ്ടു? അജ്മീറിലോ മറ്റേതെങ്കിലും മഖ്ബറയിൽ കുറെ വിവരമില്ലാത്ത ആളുകൾ സുജൂദ് ചെയ്യുന്നതായിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കള്ളത്തരീക്കത്തുകാരന്റെ കാൽക്കൽ ചില പെണ്ണുങ്ങൾ പോയി മുത്തുന്നതായിട്ടോ, അല്ലെങ്കിൽ ചില നേർച്ചകളിൽ കാണിക്കുന്ന അനാചാരങ്ങൾ മുഖേനയോ, അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങോട്ട് തോന്നുകയാണ് ഇതന്നെയാണ് ഈ സുന്നി എന്ന് പറയുന്നത്. ഈ അനാചാരത്തോട് നാം പ്രതികരിക്കേണ്ടതുണ്ട് എന്നുള്ള ആ പ്രത്യേകമായ ഒരു മനസ്സ് വരികയും അതിന് പറ്റിയ കൂട്ടുകെട്ട് ഇപ്പുറത്ത് കാണുകയും അവർ ഇവനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ അവൻ മുബ്തദിയാൻ വേണ്ടി പോയതല്ല. പിന്നീട് അവരിലേക്ക് ഈ കൂട്ടുകെട്ട് അൽ മർഉ അലാ ദീനി ഖലീലിഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നമ്മൾ പലപ്പോഴും തങ്ങളുടെ ആ വാക്കിനെ
ലംഘിക്കാറുണ്ട്. ആ തത്വം അംഗീകരിക്കാൻ പല സുഹൃത്തുക്കളും തയ്യാറാവാറില്ല. അതിന്റെ ദുരന്തത്തിലൂടെയാണ് പല ആളുകളും തീരാ നഷ്ടത്തിലേക്ക് പോവാറുള്ളതും വിദേഹത്തിലേക്ക് പോവാറുള്ളതും. നമ്മൾ പല സുഹൃത്തുക്കളോടും പറയും, നിങ്ങൾ അവരുടെ കാസറ്റ് കേൾക്കണ്ട, അവരുടെ പുസ്തകം കേൾക്കണ്ട, അവരുടെ കൂടെ നടക്കണ്ട എന്ന് പറയുമ്പോ നമ്മളോട് അവർ പറയാറുണ്ട്, എന്റെ വിശ്വാസം എന്റെ മനസ്സിലാണ്, ഞാൻ അവരുടെ കാസറ്റ് കേട്ടു എന്നുകൊണ്ട് ഞാൻ അതാവുകയില്ല, ഞാൻ നിങ്ങളതും കേൾക്കും, എല്ലാവരും കേൾക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ എനിക്ക് ശരിയാണെന്ന് തോന്നിയത് ഞാൻ വിശ്വസിക്കും. ഇവൻ ആരെയാണ് വിശ്വസിച്ചത്? ഇവൻ വിശ്വസിച്ചത് അവനെ തന്നെയാണ്. ശരിക്ക് എനിക്ക് ശരിയായത് ഞാൻ വിശ്വസിക്കുകയുള്ളൂ, ഞാൻ അതൊന്നും പെടുകയില്ല എന്ന വാദം ഒരു തരം പൈശാചിക വാദമാണ്. കാരണം തനിക്ക് ശരിയായത് വിശ്വസിക്കാനല്ല അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വത്തബിഅ സബീല മൻ അനാബ് എന്നാണ്. നമ്മളിലേക്ക് വന്ന മഹാന്മാരാരോ ആ ആളുകൾ വിശ്വസിച്ചതേതോ, അവർക്ക് ശരിയായി തോന്നിയതേതോ അത് ശരിയായി കാണുക എന്നതാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ശരിയായത് തോന്നുക, ഇത് നമ്മുടെ ഇടയിൽ വരുന്നൊരു സംസാര ശൈലിയാണ്. നമുക്ക് അവിടെ ഗണ്ണിക്കാൻ കഴിയണം. ഇപ്പൊ നിങ്ങൾ ആരെയാണ് വിശ്വസിച്ചത്? എന്റെ വിശ്വാസം എന്റെ ഹൃദയത്തിലാണ്. ഞാൻ അവരുടെ ഒപ്പം പോയി നടന്നു എന്തുകൊണ്ട് ഞാൻ അവരുടെ ആളാവുകയില്ല. ഞാനൊരു പുസ്തകം വായിച്ചു എന്നുകൊണ്ട് അതിന്റെ ആളാവുകയില്ല. ഞാൻ നിങ്ങളതും വായിക്കും, എല്ലാം കേൾക്കും, എല്ലാം കാണും, എല്ലാ സദസ്സിലേക്കും പോകും. എനിക്ക് ശരിയാണെന്ന് തോന്നിയത് ഞാൻ എടുക്കും. ഇവൻ പിന്തുടരുന്നത് ഇവനെ തന്നെയാണ്. ഇവന്റെ തടീച്ചയെ പിന്തുടരുന്ന തനിച്ച ജാഹിലോ പിശാചോ ആണ് അവൻ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. തനിക്ക് ശരിയായതിനല്ല വിശ്വസിക്കേണ്ടത്, മഹത്തുക്കൾക്ക് ശരിയായതേതോ അതിന്റെ പിന്നാലെ നടക്കാനാണ് നാം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിന്റെ സന്ദേശം അതാണ്. ആ മുസ്തഖീമായ വഴി ആരുടേതാണ്? മഹത്തുക്കളുടെ വഴിയാണ്. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അപ്പൊ ഈ ഭാഗം നാം ശ്രദ്ധിക്കണം. ശുബ്ഹത്തിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യത്തിനും നാം കൂട്ടി നിൽക്കാൻ പാടില്ല. എങ്ങനെയാണ് ഈ ശുബ്ഹത്തിൽ പെടുന്നത്? ഇത്തരത്തിലുള്ള നല്ല കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കാത്തത് കൊണ്ടാണ്. നാം ഒറ്റപ്പെട്ട് കഴിയുകയാണ്. നാം ഒരു കൂട്ടത്തിൽ കൂടാൻ തയ്യാറാവുന്നില്ല. ഏത് മോശപ്പെട്ട കാലമാണെങ്കിലും ഒരു നല്ല സംഘത്തിന്റെ സാന്നിധ്യം ഓരോ ഭാഗത്തും ഉണ്ടാവും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പ് നൽകിയതാണ്. ലാ യസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖി. ഹക്കിന്റെ മേൽ പരസ്യമായി നിലയുറപ്പിക്കുന്ന ഒരു ചെറിയ സംഘത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഏത് കാലത്ത് നിങ്ങൾ ജീവിച്ചാലും കാലത്തെ പഴിച്ചിട്ട് കാര്യമില്ല. നല്ല കൂട്ടത്തെ കണ്ടെത്താൻ സാധിക്കണം. ആ കൂട്ടത്തിന്റെ ഭാഗമാവാൻ കഴിയണം. ആ കൂട്ടത്തിന്റെ ഭാഗമാവാൻ വേണ്ടി നമ്മുടെ പണ്ഡിതന്മാർ നടത്തുന്ന ആഹ്വാനങ്ങളെ ചെവിക്കൊള്ളണം. അവർ നടത്തുന്ന അവസരങ്ങൾ, ഒരുക്കിത്തരുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കണം. അതിലൂടെ മാത്രമാണ് ഈ സിറാത്തുൽ മുസ്തഖീമിൽ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഇത് വലിയ പ്രയാസമുള്ള പ്രശ്നമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, രണ്ട് ഭാഗത്തും നല്ല ഒരുപാട് വാതിലുകൾ. ഒന്നുമെന്ന് തെന്നി മാറിയാൽ അടുത്ത ആൾ വിളിക്കുകയായി, അയാളെന്ന് മാറിയാൽ പിന്നെ വേറെ ആൾ വിളിക്കുകയായി. ഒരുതരം വിഷമം പിടിച്ച അവസ്ഥ. ഈ സിറാത്തും മുസ്തഖീം ഏതുവരെയാണോ ഉള്ളത് അതേ നീളത്തിൽ ഈ രണ്ട് ഭാഗത്തുള്ള മതിലുകളുണ്ട്. ആ മതിലുകൾ നിറയെ ഒരുപാട് വാതിലുകളുണ്ട്. ആ വാതിലുകളിലൊക്കെ നമ്മെ ക്ഷണിക്കുന്ന, നമ്മെ ഈ നല്ല പാതയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന പിശാചുക്കളോ മനുഷ്യരോ ഇൻസുകളോ ആയ മനുഷ്യരോ ആയ തരത്തിലുള്ള ജിന്നുകളിൽ നിന്നോ ആയ ഈ തരത്തിലുള്ള പിശാചുക്കളുണ്ട്. അവരെയെല്ലാം അവഗണിച്ചുകൊണ്ട്, അവരോടെല്ലാം പൊരുതിക്കൊണ്ട്, സമരം ചെയ്തുകൊണ്ടാണ് നാം ഈ പരിപാടിയിൽ തുടരേണ്ടത്. ഈ സംഘത്തിൽ നിലയുറപ്പിക്കേണ്ടത്, മുസ്തഖീമായ ചൊവ്വായ പാതയിൽ നിൽക്കേണ്ടത്. മുസ്തഖീമായ വഴി എന്നത് നമ്മുടെ ഒരു അവകാശവാദം ആകാൻ പാടില്ല. അത് മഹാന്മാരുടെ വഴിയാണ് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ,
മഹാന്മാരുടെ വഴി എന്ന ഒറ്റ ഉദാഹരണം. സ്ത്രീകളുടെ ജുമുഅ ജമാഅത്ത് അഥവാ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് നടക്കുന്ന നിസ്കാരം, ഇത് സഹാബാക്കളിൽ നിന്ന് അഥവാ അലൈക്കും നേരത്തെ പറഞ്ഞ ഖുർആന് സുന്നത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആ വിഭാഗത്തിൽ കാണാത്ത സംഗതിയാണ്. അവരിൽ ഉണ്ടായിട്ടില്ല. അവിടുന്ന് ഇങ്ങോട്ട് ആരുടെ വക്കലും ആരുടെ നിന്നും ആരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നാം അത് കണ്ടിട്ടില്ല. ഇവിടെ നാം വിദേശത്ത് ഈ ഗൾഫിൽ ജീവിക്കുന്നവരാണ്. പള്ളിയിൽ നിന്ന് വാങ്ക് കൊടുത്താൽ ഒരുപാട് ബിൽഡിങ്ങിൽ നിന്ന് ചുറ്റുപാടുള്ള ബിൽഡിങ്ങിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നത് നാം കാണാറുണ്ട്. അവിടെ നിന്ന് പെണ്ണുങ്ങളെ നമ്മൾ കാണാറില്ല. അപ്പൊ ഈ സംസ്കാരം ആര് കൊണ്ടുവന്നു? ഇത് മഹാന്മാരിൽ നിന്ന് അറിയപ്പെടാത്ത ചില അല്പജ്ഞാനികൾ മാത്രം നടപ്പാക്കിയ ഒരു പരിപാടിയാണ്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ഇവരുന്നയിക്കുന്ന ഒരു ആതിക റളിയല്ലാഹു അൻഹയുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സഹാബി വനിത മാത്രം പള്ളിയിൽ പോയത് വലിയ സംഭവമാകാൻ കാരണം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയതോ ഉമർ റളിയല്ലാഹു അൻഹു പോയതോ മറ്റുള്ള സഹാബാക്കൾ പോയതോ ഒരു വിഷയമായില്ലല്ലോ. ആതിക ബീവി പോയപ്പോൾ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം അതൊരു പ്രശ്നമായി മാറിയത്? ആ പോക്ക് നിലവിലില്ല എന്നതുകൊണ്ടല്ലേ, വേറെ ആരും പോകാത്തത് കൊണ്ടല്ലേ എങ്ങനെ സംഭവിച്ചത്? അല്ലെങ്കിൽ ആ ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ലല്ലോ. ഒന്നത്. എന്നിട്ട് അതേ ആതിക റളിയല്ലാഹു അൻഹ തന്നെ ആ പരിപാടി നിർത്തി എന്നും ചരിത്രത്തിൽ കാണുന്നു. അപ്പൊ പോവുകയും പോയത് സഹാബാക്കളാൽ ചോദ്യം ചെയ്യപ്പെടുകയും ചോദ്യം ചെയ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് നിർത്തുകയും ചെയ്തു എന്ന് രേഖപ്പെട്ട ഒരു സംഭവം പോവാൻ തെളിവാക്കുന്നു എന്ന വിചിത്രമായ ഒരു സംഭവം നാം ഇതിൽ കാണുന്നു. എങ്ങനെയാണ് ഇവർക്ക് പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്. തങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലല്ല, മഹാന്മാരുടെ ഒക്കെ ശരിയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സിറാത്തുൽ മുസ്തഖീം നാം നിർണയിക്കേണ്ടത്. ആ നിലക്ക് മഹത്തുക്കളെ പിൻപറ്റിക്കൊണ്ട് അവരുടെ എല്ലാ മാർഗങ്ങളും അന്വേഷിച്ച് അറിഞ്ഞ് അവരിലൂടെ സ്വർഗത്തിലെത്താൻ നമുക്ക് കഴിയണം. അതിനു പറ്റിയ മഹാന്മാരായ നേതൃത്വമാണ് നമുക്കുള്ളത്. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ലഭ്യമായ ഏറ്റവും മികച്ച നേതൃത്വം നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. മറ്റുള്ള ആർക്കും അതില്ല എന്ന് നാം മനസ്സിലാക്കണം. അവരെ അവരുടെ പ്രസ്ഥാനത്തിൽ നിലനിർത്തുന്നത് അവരുടെ നേതൃത്വത്തിലുള്ള അവരുടെ വിശ്വാസം കൊണ്ടല്ല. ഇത് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ്. ഒരു മുജാഹിദ് സുഹൃത്തിനെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിലയുറപ്പിക്കുന്നത് ആ ആശയത്തിൽ അയാൾക്ക് ഉറപ്പുണ്ടായതുകൊണ്ടല്ല. അയാളുടെ ഉള്ളിൽ നമ്മെക്കുറിച്ച് കുറേ പ്രശ്നങ്ങളുണ്ട്. അയാൾക്ക് എന്ത് സംസാരിച്ചാലും അയാൾക്ക് പറയാറുണ്ടാകുക അയാളെ കുറെ മദ്ഹല്ല, ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ പുകഴ്ത്തിക്കൊണ്ടല്ല അയാൾ സംസാരിക്കാറുള്ളത്. അയാൾക്കുള്ള പ്രശ്നം എന്താ? സുന്നികൾ അത് ചെയ്തു, സുന്നികൾ ഇത് ചെയ്തു, ഓലാതെ ഇത്, നമ്മളെ കുറിച്ചുള്ള കുറെ ആരോപണങ്ങളാണ് അവരെ അതിൽ നിലയുറപ്പിച്ച് നിർത്തുന്നത്. അല്ലാതെ അവർക്ക് അവരുടെ നേതൃത്വത്തിൽ വിശ്വാസമല്ല, അവർക്ക് ആശയം ശരിയാണെന്നോട്ട് ഉറപ്പില്ല. ഈ നിലക്കാ പോണത്. എന്നാൽ നമ്മുടെ അവസ്ഥ അതല്ല. നമുക്ക് നമ്മുടെ നേതൃത്വത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. നമ്മുടെ ആദർശം ശരിയാണെന്ന് 100% ഉറപ്പുണ്ട്. ഈ ഉറപ്പുള്ള ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഫോണിക്കത് അടിക്കുന്നതിന് അരമണിക്കൂറിന്റെ ക്ലാസ്സോടുകൂടി ഇങ്ങനത്തെ പരിപാടി നമുക്ക് കുറിച്ച് ഭക്ഷണം കഴിച്ച് നമുക്ക്
പ്രവർത്തകരാക്കി അരമണിക്കൂറും കൂടി ഉറങ്ങേണ്ടി വരും. പണ്ട് നോമ്പ് 29 കാലിമാര് കണ്ടോ എന്നുള്ള അപ്പോഴാണ് ആകെ പ്രശ്നം ഉണ്ടായത്. പെരുന്നാൾ ആകുമ്പോഴാണ് മനുഷ്യന് ഇൻട്രസ്റ്റ് കൂടുതൽ. പെരുന്നാളാകുള്ള ആവേശമല്ല, നോമ്പ് കഴിച്ചിലാക്കിയിട്ടാണ് ആവേശം. അപ്പൊ 29ാമത് നോമ്പായപ്പോ വൈകുന്നേരം ആകുമ്പോഴും റിസൾട്ട് ഒന്നും കിട്ടില്ല. മരുമാൻ കൊടുത്തിട്ടും റിസൾട്ട് ഇല്ല. അവസാനം ഒരു ഏഷാൻ കൊടുത്തപ്പോ ഞങ്ങളോട് അദ്രമാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഭാഷ മനസ്സിലാവുമെന്ന് അറിയില്ല കേട്ടോ, എനിക്ക് അങ്ങനെ വിഷയമുണ്ടല്ലേ. മനസ്സിലാകില്ലാതെ മാർഗം ഞാൻ കാരണം എനിക്ക് ഈ സാധനം എന്താ ഇവിടെ നോട്ട് ചെയ്തപ്പോ ആ ബേജാറായിട്ടായിരിക്കണേ. അപ്പൊ അദ്രമാൻ പറഞ്ഞു 29 നോമ്പ് ഒഴിവാക്കി എനിക്കിപ്പോ ഒന്നും കൂടി ഒഴിവാക്കാൻ ഒരു ബേജാറൊന്നും ഇല്ല പറഞ്ഞു. അതേപോലെ ഇത്രയും കാലിമാരുണ്ടായിട്ട് മൂപ്പരൊന്നും ഒന്നും ഉറപ്പിച്ചില്ലല്ലോ പറഞ്ഞാൽ. അതുകൊണ്ട് ഏതായാലും നിങ്ങൾ ഇത്ര ഉറങ്ങി, ഇനിയിപ്പോ ഒരു അരമണിക്കൂർ കൂടിയൊക്കെ ഉറങ്ങണതിന് വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടലും പിരിയലൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ UAE നാഷണൽ കമ്മിറ്റി RSCയുടെ ചെയർമാൻ കൂടിയായ ISLI വളരെ ഗഹനമായ ഒരു വിഷയം അദ്ദേഹത്തിൻ്റെതായ ലളിതമായ ശൈലിയിൽ നമുക്ക് അവതരിപ്പിച്ചു തന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നത് മുതലായി. അദ്ദേഹം പോവാണ്ട്, വർക്കിംഗ് കമ്മിറ്റി ഉണ്ട്, പോവാനെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട്. വേദിയിലിരിക്കുന്ന വിശിഷ്ടരായ വ്യക്തിത്വങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മംഗലാപുരം, കർണാടക, എവിടെയൊക്കെയാണ് ഏരിയ എന്നൊരു ഐഡിയ ഇല്ല. മലപ്പുറം വിട്ട് ഞാൻ എല്ലാവരും പോയിട്ടുണ്ട്. നേരെ ദുബൈക്കാണ് കയറിയത്. മലപ്പുറത്ത് തന്നെ എയർപോർട്ടിലൂടെ നേരെ കിട്ട പോകുന്നു. ഉള്ള എന്റെ സഹപ്രവർത്തകർ എവിടെയായിരുന്നാലും നമുക്കൊക്കെ ഒരേ ലക്ഷ്യമാണുള്ളത്. നമ്മുടെ ഐശ്വര്യത്തിലും അനൈശ്വര്യത്തിലും ഈ ദീന് മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പെരുമാറാവട്ടെ. ഒരു പ്രവർത്തകന്റെ സ്വഭാവഗുണം ആണ് എന്റെ പ്രസംഗ വിഷയം എന്നുള്ളത് ഞാൻ വരുന്നതിന്റെ ഒരു 5-10 മിനിറ്റ് മുമ്പാണ് എനിക്ക് മെസ്സേജ് വഴി കിട്ടിയത്. അത് തിരക്കിനിടയിൽ വിട്ടുപോയതായിരിക്കും. ഏതായാലും ഞാനൊരു വിഷയമായിട്ട് വന്നിട്ടുണ്ട്. അതും പറയാൻ നേരമില്ല, നിങ്ങൾ തന്ന വിഷയം അതും പറയാൻ നേരമില്ല. അതുകൊണ്ട് നമ്മൾ SSFന്റെ പ്രവർത്തകർ, നിങ്ങൾ കർണാടകക്കാരാണ്, എന്നാലും ഞങ്ങൾ SSFന്റെ പ്രവർത്തകർ, കേരളത്തിലെ SSFന്റെ പ്രവർത്തകരെ അതേ വികാരം ഉൾക്കൊള്ളുന്ന ആളുകളും കൂടിയാണ്. സമരമാണ് ജീവിതം എന്ന പ്രമേയത്തിൽ ഏപ്രിലിൽ നടക്കുന്ന സമ്മേളനം, അതിന്റെ ആവേശത്തിലാണ് എല്ലാവരും. SBS-കാരൊക്കെ ഒറ്റ കൊടി കയ്യിൽ പിടിച്ച് ഒരു മൈക്കും കെട്ടി റോട്ടിലൂടെ പോകുന്ന ആവേശകരമായ കാഴ്ചകൾ ഓൺലൈനിലൂടെ നമ്മളൊക്കെ കാണുന്നുണ്ട്. സമരത്തിന്റെ ഭൗതിക രൂപം വളരെ പ്രസക്തമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. സമരം മിസ്ലീഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സമരത്തിൽ നമ്മൾ തനിച്ചല്ല. ഞാൻ നിങ്ങളൊക്കെ ജീവിക്കാനുള്ള സമരത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിപ്പെട്ടവരാണ്. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആണ് നമ്മുടെ. ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരം. ജീവിക്കാൻ വേണ്ടിയുള്ള സമരത്തിനിടയിൽ ജീവിതം നഷ്ടപ്പെടുന്നവർ കൂടിയാണ് ഒരു ശരാശരി പ്രവാസി. അവന്റെ ഉമ്മയുടെ, അവന്റെ ബാപ്പയുടെ, സഹോദരങ്ങളുടെ, നാട്ടുകാരുടെ, സ്വന്തം മക്കളുടെയും ഭാര്യയുടെയും അടക്കമുള്ള അനുഭവിക്കുമ്പോൾ കൂടുതൽ ഊഷ്മളമാകുന്ന സ്നേഹം പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുന്ന ഒരാളുകളാണ് നമ്മൾ. ഒരു മാസത്തെ അഡ്ജസ്റ്റ്മെന്റ് ലവ്, അഡ്ജസ്റ്റ്മെന്റ് അംഗീകാരം, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള വിരുന്നു സൽക്കാരങ്ങൾ, ഇതൊക്കെയാണ് ഒരു പ്രവാസിക്ക് പലപ്പോഴും കിട്ടാറുള്ളത്. കപടമായ ഒരുതരം ജാട നിറഞ്ഞ വിരുന്നുകളിലേക്ക് നമ്മൾ അറിയാതെ ക്ഷണിക്കപ്പെടുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്.
ഈ വിരുന്നുകൾ സംഘടിപ്പിക്കുന്നതിലും നമ്മളൊക്കെ കാണിക്കുന്ന ശുഷ്കാന്തി, നമ്മുടെ ധനം അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് പോലും പലപ്പോഴും ചോർത്തിക്കളയാറുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ സമരത്തിന്റെ നിർവചനം എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. എന്നാൽ ഭൗതികാർത്ഥത്തിൽ സമരം സംഘടിപ്പിക്കപ്പെടേണ്ടത് ലോകത്തിന്റെ എല്ലാ മൂലകളിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതവുമാണ്. പക്ഷേ അതിനെതിരെയുള്ള ഒരു എൻകൗണ്ടിങ്, ഒരു സമരം എന്ന് പറയുന്നത് പലപ്പോഴും നടുറോഡിൽ, മെട്രോ സ്റ്റേഷനുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, പച്ചക്കറി മാർക്കറ്റുകളിൽ, ഇങ്ങനെയുള്ള ജനനിബിഡമായ നിരപരാധികളായ ആളുകൾ കൂടുന്നിടത്ത് ഒരു പൊട്ടിത്തെറിയിലൂടെ, ഒരു ബ്ലാസ്റ്റിംഗിലൂടെ ഇതിനെ എൻകൗണ്ടർ ചെയ്യാൻ പറ്റും എന്നുള്ള അബദ്ധ ധാരണകൾ വെച്ചു പുലർത്തുന്ന പേരോ ഊരോ അഡ്രസ്സോ മുമ്പോ പിമ്പോ കേട്ടിട്ടില്ലാത്ത ചില സംഘടനകൾ, ഹർക്കത്തുൽ മുജാഹിദീൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ടറിയാം, ഒരു താടിയൊക്കെ വെച്ച് വലിയൊരു തലകെട്ടിട്ട ആളാണെന്ന്. ഹർക്കത്തുൽ മുജാഹിദീൻ എന്തെല്ലാം പേരുകളിലാണ്. ഇവരൊക്കെ ആരാണ്? ഇവരുടെ ഓഫീസ് എവിടെയാണ്? ഇവരുടെ കാര്യപരിപാടി എന്താണ്? ഇവരുടെ നേതാക്കന്മാരാരാണ്? ഇവരുടെ ഐഡിയോളജി എന്താണ്? എപ്പോഴെങ്കിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ചോദിക്കപ്പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? പൊട്ടിത്തെറിക്കുമ്പോൾ മാത്രം രൂപപ്പെടുന്ന ഇത്തരം സംഘടനകളിൽ പലപ്പോഴും മുസ്ലിങ്ങളുടെ പേരുകൾ വലിച്ചെടുക്കപ്പെടുകയും അത്തരം നിരപരാധികളിൽ ജയിലിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സമരത്തെ ഒരു ഭാഗത്ത് മിസ്ലീഡ് ചെയ്യുകയും മറ്റൊരു ഭാഗത്ത് നടക്കേണ്ട സമരത്തെ വളരെ സമർത്ഥമായി അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു വിഷമസന്ധി നിറഞ്ഞ ഒരു പരിതാവസ്ഥയിലാണ് മുസ്ലിങ്ങളായ നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സമരത്തിൽ നാം തനിച്ചല്ല. നമ്മോടുകൂടെ കൊലപാതകം, അഹിംസ, ഹിംസ തെറ്റാണ് എന്നും കൊലപാതകം ഒരിക്കലും അരുത് എന്നും അഹിംസ വളരെ പാതകമാണ് എന്നും പഠിപ്പിക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രം ബുദ്ധിസം. പശുവിനെ കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് BC-യിൽ 5-ാം നൂറ്റാണ്ടിൽ ബുദ്ധമതം ആഗതമാവുന്നത്. ആ ബുദ്ധമതം പച്ച മനുഷ്യനെ പച്ചക്ക് കൊല്ലുകയും ഒരുപാട് മുസ്ലിം കുട്ടികളെ കഴുത്തും കാലും കയ്യും അരിഞ്ഞുകൊണ്ട് രണ്ടാമതും കലാപങ്ങൾ കൂട്ടുമ്പോൾ സ്വന്തം ആശയം വെച്ച് താൻ ജനിച്ച ഭൂമിയിൽ ജീവിക്കാനുള്ള നെട്ടോട്ടം ഓടുന്ന റോഹിംഗ്യ മുസ്ലിങ്ങളുണ്ട് നമ്മുടെ കൂടെ സമരത്തിൽ. ശ്രീലങ്കയിൽ അവരേത് മതമാകട്ടെ, ജാതിയാകട്ടെ, അവിടുത്തെ ഭൂരിഭാഗം വരുന്ന സിംഹള വംശജരുടെ ക്രൂരമായ ആക്രമണങ്ങൾക്കിരയായി പീഡിപ്പിക്കപ്പെടുന്ന, ഭാഷ സംസാരിച്ചു പോയതിന്റെ പേരിൽ, തമിഴൻ ആണ് എന്നതിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന തമിഴ് വംശജരുണ്ട് ഒരു ഭാഗത്ത്. സിറിയയിലെ കൊട്ടാരങ്ങളിൽ ഇരുന്നു കൊണ്ട് സാധാരണക്കാരന്റെ ഉപ്പും വെള്ളവും മോഷ്ടിച്ച് അവനെ അടക്കി ഭരിച്ചുകൊണ്ട് അവന്റെ ആഗ്രഹങ്ങളും ഇച്ഛകളും അവന്റെ സ്വപ്നങ്ങളും തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ പോരാടുന്ന, രാഷ്ട്ര നന്മ ഉദ്ദേശിക്കുന്ന പോരാളികളുണ്ട് നമ്മുടെ കൂടെ. നമ്മുടെയൊക്കെ ജയിലിൽ മഅദനി അടക്കമുള്ള, നിങ്ങൾ കർണാടകക്കാർക്ക് പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടാകേണ്ട ഒരു സംഗതി കൂടിയാണ്, മഅദനി അടക്കമുള്ള ആളുകൾ, ഒരുപാട് നിരപരാധികളായ ചെറുപ്പക്കാർ എന്തിനാണ് പിടിച്ചതെന്നോ, എന്തിനാണ് പീഡിപ്പിക്കുന്നതെന്നോ, എന്തിനാണ് തടവിൽ കഴിയുന്നതെന്നോ അറിയാതെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകുന്ന ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അവരും നമ്മുടെ കൂടെ സമരത്തിലുണ്ട്. പാലസ്തീനിൽ സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള ഒരിടത്തിനു വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുന്ന അറബികളായ മുസ്ലിങ്ങളുണ്ട് നമ്മുടെ കൂടെ. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ലോകത്തിന്റെ ഏതേത് മേഖലകൾ എടുത്തു നോക്കി പരിശോധിച്ചു നോക്കിയാലും അവിടെയൊക്കെയുള്ള മുസ്ലിങ്ങൾ ജീവിക്കാനുള്ള ഒരു സമരത്തിന്റെ ഭാഗം, ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഇങ്ങനെ വളരെ ലാഘവത്വത്തോടെ തള്ളാറുണ്ട്. ഞാനും നിങ്ങളൊക്കെ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നം നമ്മുടെ ബെഡ് സ്പേസിന്റെ അടിയിൽ കിടക്കുന്ന ആൾ വലിയ കൂർക്കം വലിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു വലിയ ആഗോള ഉറക്ക പ്രശ്നമാണ്. അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴുള്ള ചിന്ത. അവന്റെ തല പിടിച്ച് തിരിച്ചു വെക്കുന്നു, അതേപോലെ തന്നെ അവന്റെ മുഖത്തേക്ക് ടവലെറിഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ ഉറക്കം എങ്ങനെയാണ് കൂർക്കം വലിയെ നിയന്ത്രിക്കാം? എങ്ങനെയാണ് നമ്മുടെ മൂട്ടയെ സമർത്ഥമായി ഈ സെലോടോപ്പിൽ ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നത്? മൂട്ടാറിനെ നിങ്ങൾക്ക് മനസ്സിലാവിക്കാറല്ലേ, ബെഡ് ബഗ് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നത് നമ്മുടെ ആഗോള പ്രശ്നം. നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ സമരത്തിലാണ്. നമ്മുടെ ബെഡ് സ്പേസുകളിലുള്ള നമ്മുടെ സമരം നമ്മൾ സംഘടിപ്പിക്കുന്നത്
ഇത്തരം വളരെ വില കുറഞ്ഞ ബാത്റൂമിൽ ഒരാൾ കുറച്ചു നേരം ഇരുന്നാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷെ നമ്മളെ ഇറിറ്റേഷൻ അതിന് സമ്മതിക്കില്ല. നമുക്ക് വലിയ പ്രശ്നമാകുകയാണ്. ഇങ്ങനെ നമ്മൾ സംഘടിപ്പിക്കുന്ന സമരങ്ങളും അതേ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. പുറത്തിറങ്ങുമ്പോൾ സ്വന്തം തല പോകുമെന്ന് ഉറപ്പുള്ള മുസ്ലിങ്ങൾ പുറത്തിറങ്ങാഞ്ഞാൽ പട്ടിണി കിടന്ന് മരിക്കും. പുറത്തിറങ്ങിയാൽ ഇവർ കൊല്ലും ഉറപ്പാണ്. ഇങ്ങനെയുള്ളവർ വീടിനകത്ത് കിടന്നിറങ്ങിയാൽ മിസൈൽ വന്ന് തലയിൽ പതിക്കുന്നവർ മുസ്ലിങ്ങൾ മാത്രമല്ല, ലോകത്തുള്ള ഏത് ഭാഗങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്ന ആക്രമിക്കപ്പെടുന്ന ഒരു ജനവിഭാഗം ഉണ്ടായിരിക്കും. ലോകം ഒരു വലിയ അഭയാർത്ഥി ക്യാമ്പായി മാറുന്നു. ഇന്നത്തെ സിറാജിന്റെ, നിങ്ങൾ മലയാളം വായിക്കാം, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. സിറാജിലെ വലിയൊരു ലേഖനം തന്നെ വളരെ വേദന തോന്നിപ്പോയി, കരഞ്ഞുപോയി. നമ്മൾ മനസ്സിലാക്കണം, നമ്മളാരും ഇവിടെ വന്നിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. അവർ ആത്മഹത്യാ വിസക്ക് വന്നവരല്ല, അല്ലെ? വീട്ടിൽ നിന്ന് പോരുമ്പം ഒരുപാട് സ്വപ്നങ്ങളും കൊണ്ട് വന്നവരാണ്. വല്യമാനോട് പോരുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, മരുന്നൊക്കെ മര്യാദക്ക് വാങ്ങിച്ചോണ്ട് ഞാൻ തരേണ്ടത്. പെങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, മര്യാദക്ക് പഠിച്ചോണ്ട് ഞാൻ പൈസ അയച്ചിരുന്നത്. അയലക്കത്തെ കുട്ടിനോട് പറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ സ്വന്തം മക്കളോട് എല്ലാ സ്വപ്നങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ വരുമ്പോഴാണ് അറിയാം 1200 റുപ്യയും കട്ടഞ്ചായിരം റുപ്യാണ്. അപ്പൊ പിന്നെ എല്ലാ സ്വപ്നങ്ങളും പങ്കുവെക്കും. വല്യമാനോട് പറഞ്ഞു, മാനേ മരുന്ന് വാങ്ങിയാൽ മതി, നിങ്ങൾ വലിച്ചു മരിച്ചോളിയായിരുന്നു. ഞാൻ തന്നെ ഇവിടെ ശ്വാസം മുട്ടി കിടക്കുകയാണെങ്കിൽ നിങ്ങളവിടെ ശ്വാസം മുട്ടുന്നതിന് മരുന്ന് അയച്ചു തരാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വപ്നങ്ങളും കൊണ്ടുവന്ന ആളുകളാണ് ഇവിടെ ആത്മഹത്യ ചെയ്യുന്നത്. നമ്മൾ അവരെ കുറിച്ച് ആലോചിക്കുന്നില്ല. നമ്മൾ അപ്പോഴും നമ്മുടെ ബെഡ് സ്പേസിനടിയിലെ കൂർക്കമ്പലിയെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. രാവിലെ ഉണരുമ്പോൾ തന്നെ ലാപ്ടോപ്പ് നിവർത്തി വെച്ച് ഫേസ്ബുക്കിൽ കയറി എന്റെ കമന്റ് അടിക്കാൻ ഞാൻ ഉറക്കം ബാത്റൂമിൽ പോകാൻ കഴിയാത്ത ആളുകളാണ് നമ്മൾ. അത്രമാത്രം അഡിക്ഷൻ നമുക്കുണ്ട് ചില കാര്യങ്ങളിൽ. രാവിലെ തന്നെ എണീറ്റിട്ട് കാണാം പെണ്ണുങ്ങൾക്ക് ഫോൺ വിളിക്കുന്നു. രാത്രി വളരെ വൈകിയും കിടക്കുമ്പോഴും പെണ്ണുങ്ങൾക്ക് ഫോൺ വിളിച്ചാണ് കിടന്നത്. വിളിക്കുന്നത് നല്ലതാണ്, പെണ്ണുങ്ങൾ എപ്പോഴാണ് പോയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ അർത്ഥവത്താണ്. ഞാനൊരു ഈ അടുത്തിന്റെ റൂമിലുള്ള ഒരാളോട് ചോദിച്ചു, നീ ഇന്നലെ രാത്രി 12:15 എന്റെ ഭാര്യയ്ക്ക് വിളിച്ചത് ഞാൻ കണ്ടതാണ്, പിന്നെ ഇപ്പൊ ഈ 7 മണിക്ക് തന്നെ വിളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് അനക്കായി പറഞ്ഞാൽ മതി, ഇവള് പോയിക്കണമെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ അറിയണം. വളരെ ശരിയാണ്. അത്രമാത്രം പെൺകുട്ടികൾ ചാടിപ്പോകും നമ്മുടെ നാട്ടിൽ. ഓരോ ദിവസം പത്രത്തിലുള്ളതാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ വിളിച്ച് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. ഇപ്പൊ റേഞ്ചിലാണോ അല്ലേ എന്നുള്ളത്. അതല്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവുമില്ലാതെ ആളുകൾക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം, നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു നമുക്ക് തന്ന ഐശ്വര്യത്തിന്റെ ഏറ്റവും ഉയർന്ന തലമാണ്. അനൈശ്വര്യത്തിൽ അള്ളാഹുവിനെ നമുക്ക് ഓർമ്മ വരും, തീർച്ചയായിട്ടും. അതെല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യം. റോഹിംഗ്യ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അഭയം അവർക്കില്ല. ആരാണ് മുന്നിലുള്ളത്? സർവ്വസ്ഥലങ്ങളിൽ നിന്നും അക്രമകാരികൾ വരുമ്പോൾ ആരാണ് നിങ്ങളെ രക്ഷിക്കുക? കേരളത്തിൽ വരൾച്ച വളരെ രൂക്ഷമായിട്ടുണ്ട്. കർണാടകയിലെ അവസ്ഥ എനിക്കറിയില്ല. ആരാണ് നിങ്ങൾക്ക് വെള്ളം തരിക? അനൈശ്വര്യത്തിൽ നമ്മളെല്ലാവരും അള്ളാഹുവിനെ ഓർക്കും, തീർച്ചയായിട്ടും ഓർക്കും. പക്ഷേ ഐശ്വര്യത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് ഏറ്റവും വലിയ ഭക്തന്മാർ. നമുക്കിപ്പോൾ ഐശ്വര്യമുണ്ട്. ഇവിടെ നമ്മൾ അള്ളാഹുവിനെ ഓർക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ ഓർക്കേണ്ടത്? അതാണ് ഒരു പ്രവർത്തകന്റെ സ്വഭാവം നിർണയിക്കുന്ന അതിപ്രധാന ഘടകം. എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ ഐശ്വര്യത്തിൽ ഓർക്കേണ്ടത്? നമ്മൾ ഐശ്വര്യവാന്മാരാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ലോകത്ത് നടക്കുന്ന മുഴുവൻ കൊലപാതകങ്ങളിലും ലോകത്ത് നടക്കുന്ന മുഴുവൻ പീഡനങ്ങളിലും മുസ്ലിങ്ങൾ ഒരു വലിയ ശതമാനം മുസ്ലിങ്ങളുണ്ടല്ലോ, പാവപ്പെട്ട മുസ്ലിങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അള്ളാഹുവിന്റെ മതമല്ലേ? പടച്ചവൻ അള്ളാഹുവല്ലേ? അവന്റെ ദീനിനു വേണ്ടി ജീവിക്കുന്നവരല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിന് നമ്മളൊരു നെഗറ്റീവ് മീനിങ്ങിൽ ഒരിക്കലും എടുത്തു കളയരുത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ ഒരു തത്വം, ഒരു പഴുത്ത ഇല, ഒരു പച്ച ഇല, അത് പഴുത്ത് ഉണങ്ങി കൊഴിഞ്ഞു വീണ് ചണ്ടിയായി ഫോസിലായി മണ്ണിൽ ലയിക്കുന്നത് ഒരുപാട് മരങ്ങൾക്കും പുല്ലുകൾക്കും വളവാങ്ങാൻ വേണ്ടിയിട്ടാണ്. ആ ഇലയെ ഉണക്കുന്നതും അടുത്ത ചെറിയ തളിരിനെ വളർത്തുന്നതും ഒരേ കൈകൾ കൊണ്ടാണ്, ഒരേ ശക്തിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, റോഹിംഗ്യയിലെ മുസ്ലിങ്ങളും ശ്രീലങ്കയിലെ തമിഴനും പാലസ്തീനിലെ മുസ്ലിങ്ങളും ഇങ്ങനെയുള്ള മുഴുവൻ ഭൂവിഭാഗങ്ങളിലെയും പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യർ പീഡിപ്പിക്കപ്പെടുന്നത് ഐശ്വര്യവാന്മാരായി ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക്, അല്ലെങ്കിൽ ഐശ്വര്യവാന്മാരായ മുസ്ലിങ്ങൾക്ക് വളമാകാൻ വേണ്ടിയല്ല. അവന്റെ വിശ്വാസം
ദൃഢമാക്കാൻ വേണ്ടിയിട്ടാണ്. അവന്റെ വിശ്വാസം അവൻ ദൃഢമാക്കാതിരിക്കുകയും പ്രവർത്തനത്തെ ക്രമീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക. നമ്മൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, വസ്തുതകളെ വളരെ ലാഘവത്തോടെ നോക്കിക്കാണുക. ഞാൻ നിങ്ങൾ അതിന്റെ ഒരു ആളുകളാണ്. മൂത്താപ്പ മരിച്ചു എന്ന് പറയും നമ്മളെ നാട്ടിൽ നിന്ന്. മൂത്താപ്പ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അതായത് ഉപ്പന്റെ ജ്യേഷ്ഠൻ. ഉപ്പാന്നല്ല കേട്ടോ, ഉപ്പ മരിച്ചു പറഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക. ഞാൻ കുറച്ചുകൂടി അങ്ങോട്ട് പോവാം. മൂത്താപ്പ മരിച്ചു, മൂത്താപ്പ മരിച്ചില്ലേ, അപ്പൊ തന്നെ മൂത്താപ്പാന്റെ മോൻ സുബൈറിന് വിളിച്ചു. സുബൈറ എപ്പോഴാ മരിച്ചു? 5 മണിക്ക്. നമ്മൾ സാധാരണത്തെ പോലെ കക്കൂസ് പോകുന്നു, കുളിക്കുന്നു, ജോലിക്ക് പോകുന്നു. ജോലിക്ക് പോയാൽ പിന്നെ അവിടെ പണിയൊന്നുമില്ല, ജോലി കിട്ടാനേ പണി, കിട്ടിയ പണി ചെയ്യാറുണ്ട് ഞങ്ങൾ അവിടെ ഒരാള്. അപ്പൊ അതേപോലെ ഈ ജോലിക്ക് പോകുന്നിടത്തൊരു പണി ഉണ്ടാവില്ല. അപ്പൊ അവിടുന്ന് പിന്നെ ഫോൺ കണക്ട് ആക്കി ഇങ്ങനെ വിളിച്ചു, മൂത്താപ്പ എന്താ അയക്കണേ, എങ്ങനെ കിടക്കുന്നത്, അതിനെ മറിഞ്ഞിട്ടാണോ നെഞ്ഞിട്ടാണോ. വളരെ നിർവികാരരാണ് നമ്മൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മരണവാർത്ത പോലും വളരെ ലാഘവത്തോടെ എടുക്കേണ്ട ഒരു സംഗതിയാണ്. പണ്ട് ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത്, സ്കൂളിലല്ല പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ എന്തിനും ചെലവ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടായാലും ആളുകൾ അറിയും, ഒരു കുട്ടി വൈകിയെന്നാ പറയാം, അന്ന് ചോദിക്കുന്നില്ല, ചെലവ് ചെയ്യണമെന്ന് അറിയും. ചെലവ് എന്താണെന്ന് വെച്ചാൽ ഒരു ഐസ്ക്രീമാണ്, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം മുജീബിന്റെ വല്യമ്മ മരിച്ചിട്ട് ഓൻ വന്നില്ല. അങ്ങനെ പിറ്റേന്ന് ക്ലാസ്സിൽ വന്നപ്പോ എന്തേജ് വരാൻ ചോദിച്ചു. എന്റെ വല്യമ്മ മരിച്ചിന്, എന്നാന്ന് ചെലവ് ചെയ്യണം കേട്ടോ, മറക്കരുത്. എന്തിനും ചെലവ്, വളരെ രാഘവത്വത്തോടെ. ഇതേ ഒരു മാനസികാവസ്ഥയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിന്ന് വരുന്ന മരണവാർത്തകൾ, നാട്ടിൽ വരുന്ന പീഡന വാർത്തകൾ. സ്വന്തം ഭാര്യ മാത്രം ഓടിപ്പോകുമ്പോഴേ നമുക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ടെൻഷൻ ഒന്നുമില്ല, പിറ്റത്തെ നിമിഷം സന്തോഷം തന്നെ ആയിരിക്കും. എന്നാലും കുറച്ചു നേരം നമുക്കൊരു ടെൻഷൻ ഉണ്ടാകുന്നത് സ്വന്തം ഭാര്യ പോകുന്നത്. അതൊരു വഷളത്തരം ആലോചിച്ചിട്ട് മാത്രം, അല്ലാതെ ഓള് പോയതിലുള്ള സങ്കടം കൊണ്ടൊന്നുമല്ല. ഇങ്ങനെ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, നമ്മുടെ ഭാര്യമാർ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നു, കുട്ടികൾ കാമുകന്റെ കൂടെ. ഇന്നത്തെ പത്രത്തിലാവും, ഫേസ്ബുക്കിലെങ്ങാണ്ട് കണ്ടു, പിന്നെ ഒരു പത്രത്തിലുള്ള വാർത്ത ഫേസ്ബുക്കിൽ വന്നതാണ്. പിന്നെ ഭർത്താവിന്റെ പെരേന്ന് പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടില് വേറൊരു ആളെ വീട്ടിലേക്ക് പോയി. അവനും കൈയൊഴിഞ്ഞു, ഭർത്താവും കൈയൊഴിഞ്ഞു, ബാപ്പയും പറഞ്ഞു ഇനി മോളെനിക്ക് വേണ്ടാന്ന്. ആ കുട്ടി പെരുവഴിയിലായി. എന്തെല്ലാം സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ വളരെ നിസ്സംഗരാണ്. ഇവിടെ നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണ് നമ്മൾ റോഹിംഗ്യയിലെ മുസ്ലിങ്ങൾ മരിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾക്കതിൽ നിന്ന് എന്ത് പാഠമുണ്ട്? ഒരു മുസ്ലിങ്ങൾ മരിക്കുമ്പോൾ, അവിടെ കൂട്ടമായി കൊല ചെയ്യപ്പെടുമ്പോൾ, ഇപ്പൊ നമ്മളൊക്കെ ആലോചിക്കുന്നുണ്ടാവും, നമ്മളൊക്കെ രക്തം നല്ല തിളപ്പുള്ള ആളുകളാണ്, അല്ലെ, രക്തത്തിളപ്പ് കൂടുതലുള്ള ആളുകൾ. ഇപ്പൊ നമ്മൾ ആലോചിക്കും, കർണാടകയിലാണ് ഈ റോഹിംഗ്യ മുസ്ലിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റുകളെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഞങ്ങൾ വളരെ ശക്തമായി അതിനെ നേരിടുമായിരുന്നു. ഒരു കുട്ടിനെ ഞങ്ങൾ ആ ഭാഗത്ത് ഘടിപ്പിക്കൂല, അടിച്ചാകൻ നാശമ്പത്തെട്ട. നമ്മൾ ആലോചിക്കുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് കഴിയോ? കഴിയില്ല. കർണാടകയിൽ തീരെ കഴിയില്ല, എനിക്ക് ഉറപ്പാ, അല്ലെ. ഹുബ്ലിയിലൊക്കെ കഴിഞ്ഞു, ഹുബ്ലിയിലൊക്കെ ഉള്ളവരുണ്ട് അവിടെ കുറച്ചൊക്കെ മുസ്ലിങ്ങളുണ്ട് എന്ന് പറഞ്ഞേക്കാം. എനിക്ക് ഉറപ്പുണ്ട് അതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ പോലുമാണെങ്കിലും ഒരു മിഷനറിയും ഭരണകൂടവും അവിടുത്തെ ഏറ്റവും വലിയ മതവിഭാഗവും നമുക്കെതിരെ തിരിഞ്ഞാൽ നമുക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. പ്രതിഷേധിക്കാൻ പോലും കഴിയാതെ നമ്മൾ അസ്വസ്ഥരാകും. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. നിങ്ങൾ ഒന്നും ചെയ്യണമെന്ന് തോന്നുന്നില്ല. എന്തോ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ നല്ല ഉറക്കത്തിലാന്ന് തോന്നുന്നുണ്ടല്ലേ? നമ്മൾ നിർത്തി. നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ ഞാനും ഉറങ്ങാം. ഞാനായിട്ട് ഉറക്കം വെച്ചിരിക്കണ്ടല്ലോ. ഒന്ന് ചെയ്യണം തോന്നുന്നുണ്ടോ? ഓക്കെ, സപ്പോസ് റോഹിംഗ്യ മുസ്ലിങ്ങളെ വിടാം. ആവേശത്തോടെ പറഞ്ഞല്ലേ നിങ്ങൾ ഓക്കെ. നിങ്ങളുടെ അയൽവാസിയായ ഒരു പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടി, ഒരു ഹൈന്ദവനായ ഒരാളുടെ കൂടെ ചാടിപ്പോയി. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം തോന്നുന്നുണ്ടോ? ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? ഞാനവിടെ എന്തെങ്കിലും ഓളിന്റെ കൂടെ പോരുള്ളൂ, വേറെ ആരും കൂടെ പോകില്ലെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് കാര്യമില്ല. ഞങ്ങളുടെ വലിയൊരു പ്രശ്നം അതായിരുന്നു. ഓളെങ്ങനെ ആ ചെറമന്റെ കൂടെ പോയി ഇന്റെ കൂടെ വന്നൂടെ എന്നുള്ള ആ ഒരു അർത്ഥമല്ലോ. ആരെ കൂടെ പോയാലും നിങ്ങൾ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും വിശ്വസിക്കുന്നവരുണ്ടാവും. എനിക്കതിനൊന്നും വിരോധമില്ല. ഞാൻ ഈ അടുത്ത് കുറച്ച് മുന്നേ കേരളത്തിലെ വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നു അല്ലെ, ഒരു റെജീന എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ഒരു പ്രശ്നം. അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിന്റെ നേതാവാണ് ഈ പ്രശ്നത്തിലൊരു ആള്, നിങ്ങൾക്ക് അറിയുന്ന ആളന്നെ. അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ പ്രാദേശിക നേതാവായ ഒരാൾ പറഞ്ഞു, ഓനക്കിനിപ്പോ ആ ഉണങ്ങിയ പെണ്ണിനെ കിട്ടിയിട്ടാണ്. ഉണങ്ങിയ നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത്? ഓനക്കൊക്കെ മണി മുത്തുപോലത്തെ പെൺകുട്ടികളെ കൊടുക്കാൻ പെടാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു,
അപ്പൊ ഉണങ്ങാത്തൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അയാൾ തന്നെയാണെന്ന്. അപ്പൊ ഇയാൾക്ക് ഉണങ്ങിയ പെണ്ണൊന്നും പറ്റൂല, ഉണങ്ങാത്ത പെണ്ണിനെ വേണം. ഇതല്ല അതിനുള്ള ഒരു പരിഹാരം. അതിന് പിന്നെ എന്താണ് പരിഹാരം? അപ്പൊ ഈ പറഞ്ഞാക്കന്നെ അറിയാം എന്റെ പെണ്ണ്, എന്റെ നേതാവ് ഉണങ്ങാത്ത പെണ്ണിനെ കണ്ടാ പോകുന്നു. നമ്മളതിന്നതാ മനസ്സിലാക്കിയത്. അപ്പൊ ഇതിന് നമ്മളതാ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ അയൽവശത്ത് ഒരു പെൺകുട്ടി ചാടിപ്പോകും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വൈയക്തികവും സാമൂഹികവുമായ കാരണങ്ങളാണ് ഒരു പെൺകുട്ടി ചാടിപ്പോകുന്നത്. ഒരിക്കലും ഒരു പെൺകുട്ടി ഒരു സുപ്രഭാതത്തിൽ ചാടിപ്പോവുകയില്ല. ഒരുപാട് സാഹചര്യങ്ങളുടെ അനന്തരഫലമാണ് ഒരു പെൺകുട്ടി ഒളിച്ചോടുന്നത്. ഇതിനെതിരെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മൂട്ടയെ കുറിച്ച് നിങ്ങൾ നന്നായി ആലോചിച്ചിട്ടുണ്ട്. സെലോ ടൈപ്പ് കൊണ്ട് ഒട്ടിപ്പോരാത്ത മൂട്ടയെ എങ്ങനെയാണ് പിന്നെ ഡെറ്റോളും കോറക്സും ഒരുമിച്ച് ഉപയോഗിച്ച് കട്ടിൽ കഴുകിയെടുത്താൽ നന്നാക്കാൻ നമ്മൾ ആലോചിക്കലുണ്ട്. നിലവിലുള്ള കിടക്ക കത്തിച്ചിട്ട് വേണം മൂട്ടയെ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ കത്തിക്കാതെ ഒഴിവാക്കണം, മേലെ കൊണ്ടുപോയിട്ട് വെയിൽ കൊള്ളിച്ചാൽ ഒഴിവാക്കണോ, നമ്മൾ ആലോചിക്കാറുണ്ട്. ഇതിനേക്കാൾ വലിയൊരു സാമൂഹ്യ പ്രശ്നമാണ് ഒരു മൂട്ട കടിച്ചാൽ കുറച്ച് തണർക്കുന്നേ ഉള്ളൂ. ലോകത്ത് മൂട്ട അടിച്ചിട്ട് എയ്ഡ്സ് ഉണ്ടായ ആരും ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. നിങ്ങൾ കേട്ടണോ? ഇല്ല. കാരണം മൂട്ട രക്തം കുടിക്കണാണ്, എന്നാലും മൂട്ട അടിച്ചിട്ട് എയ്ഡ്സ് ഉണ്ടാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ ഒരു പെൺകുട്ടി ചാടിപ്പോയതിനെ കുറിച്ച് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടി. പോക്കാട് പോയാലേ ബോധവൽക്കരണം. നിങ്ങൾ എങ്ങനെ ബോധവൽക്കരണം നടത്തുക? ചാടിപ്പോയി അവിടെ അന്തം വിട്ടിക്കണ പെൺകുട്ടിനെ വിളിച്ചാണ്ട് ബാബരു, നീ ഇപ്പോൾ ചാടിപ്പോകുന്നത് വളരെ തെറ്റായൊരു സംഗതിയാവുന്നു, നീ ചാടിപ്പോകാൻ പാടുള്ളതല്ല, നീ ഇനി അഥവാ ചാടിപ്പോയാൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്, നീ ഹിന്ദുവിന്റെ കൂടെ ചാടിപ്പോകരുത്, നീ മുസ്ലിമിന്റെ കൂടെ ചാടിപ്പോകേണ്ടതാണ്. ഇങ്ങനെ പറഞ്ഞാണ് ബോധവൽക്കരണം നടത്താൻ പറ്റും. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കണം, നമ്മളെ മോള്, എന്റെ മോൾ ഈസ് ഗോയിങ് ടു സ്കൂൾ അല്ലെ, പോകുന്നുണ്ട് വരുന്നുണ്ട്, നമ്മളെ മോൾക്ക് നമ്മൾ ഫോൺ ചെയ്യണം. ഭാര്യയ്ക്ക് 24 മണിക്കൂർ നമ്മൾ ഫോൺ ചെയ്യുന്നുണ്ട്, നമ്മളെ മോൾക്ക് നമ്മൾ ഫോൺ ചെയ്യണം. ഒരു കുട്ടി ചാടിപ്പോകുന്നത് സ്നേഹം കണ്ടിട്ടാണ്, അതിലാർക്കും സംശയമില്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. സ്നേഹം കൊതിച്ചിട്ടാണ് ഒരു പെൺകുട്ടി ചാടിപ്പോകുന്നത്. ആ ചാടിപ്പോകുന്ന പെൺകുട്ടി സ്നേഹമില്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിലാണ് വളരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ പറയും, പുസ്തകത്തിന് പുസ്തകം, പെന്നിന് പെന്ന്, കുപ്പായത്തിന് കുപ്പായം, ഇതൊക്കെ ഞങ്ങളും കൊടുക്കുന്നുണ്ട്, എന്നിട്ട് എന്തിനാ ഓള് ചാടിപ്പോയതെന്നാണ് നിങ്ങളെ വാശി. കുപ്പായം കൊടുത്താൽ സ്നേഹമാവൂല, പുസ്തകം കൊടുത്താലും സ്നേഹമാവൂല, പള്ളർച്ചി തിന്നാൻ കൊടുത്താലും സ്നേഹമാവൂല. അങ്ങനെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ കുട്ടികളോട് നമ്മൾ സംസാരിക്കുക തന്നെ വേണം. നമ്മൾ നിരന്തരം നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് കത്തെഴുതണം, സംസാരിക്കണം. അവരോട് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയം സ്ഥാപിച്ചു വെക്കണം. രാവിലെ ഫോൺ വിളിക്കുമ്പോൾ, വൈകുന്നേരം ഫോൺ വിളിക്കുമ്പോൾ ബാപ്പയോട് എനിക്ക് ഇന്നത് പറയാനുണ്ട് എന്ന് സ്വരുക്കൂട്ടി വെക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയാക്കി നമ്മുടെ മകളെ നമുക്ക് മാറ്റാൻ കഴിയണം. അച്ഛൻ ഉറങ്ങിയ വീടല്ല, അച്ഛൻ ഉറങ്ങാത്ത വീടാണ് നമുക്ക് അത്യാവശ്യം. അച്ഛൻ ഉറങ്ങരുത്. നമുക്ക് സംസാരിക്കാൻ വിഷയങ്ങളില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമ്മുടെ മകളോട് നമ്മൾ സംസാരിക്കണം. അയൽവശത്തെ റജീന മറ്റൊരാളുടെ കൂടെ ചാടിപ്പോയി, എന്തുകൊണ്ട് അവൾ ചാടിപ്പോയി? നമ്മുടെ പെൺകുട്ടി നമ്മുടെ ഉത്തരം പറയണം. ബാപ്പ, അവൾ പോയതൊരു ഹിന്ദുവിന്റെ, മൈ ഗോഡ്, എന്താണ് ഹിന്ദുവിന്റെ കൂടെ അവൾ ചാടിപ്പോയോ? നമ്മുടെ കുട്ടിയുടെ മനസ്സ് നമ്മൾ പതുക്കെ പതുക്കെ ആ ചാടിപ്പോവുക എന്നുള്ള ആ ഒരു സമ്പ്രദായത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ വരണം. അതിന് സംസാരിക്കാനുള്ള ഒരു മീഡിയം നമ്മൾ പലപ്പോഴും ഇടണം. ഇത് നമുക്ക് മോളിൽ വിളിച്ചിട്ട് എന്താണ് വർത്താനം? സുഖം തന്നെ. സ്കൂളൊക്കെ എന്താ പാട്? സുഖം തന്നെ. പേരിൽ എന്താ വർത്താനം? സുഖം തന്നെ. കഴിഞ്ഞു, കലാസ്. അങ്ങനെ സംസാരിച്ചാൽ ഓല പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂൾ എന്താ പാട്? സ്കൂൾ അങ്ങനെ പോണ്. വീട്ടിലെന്താ പാട്? വീട്ടിലും അങ്ങനെ തന്നെ പോണ്. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. നിരന്തരമായി നമ്മുടെ ഭാര്യക്ക് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ചൂടാവരുത്, മക്കളോട് ചൂടാവണം. ഭാര്യ നല്ലോണം തല്ലണം, ശാസിക്കണം. പക്ഷെ തച്ചതുകൊണ്ട് മാത്രം മക്കൾ നേർവഴിയിൽ വരില്ല. അവർ പാലമിട്ട് കൊടുക്കാൻ ഭാര്യയോട് നിരന്തരം നിർദ്ദേശിക്കണം. മക്കളോട് സ്നേഹബുദ്ധി ഉപദേശിക്കണം. അവരുടെ ബുക്കുകൾ നമ്മുടെ കൂടി ബുക്കുകളാകണം. ഭാര്യയോട് പറയണം, മക്കളെ പഠിക്കാനിടയ്ക്ക് നീ ഏഷാ മഗ്‌രിബിനിടയിലുള്ള സമയത്ത് വീട്ടിലുള്ള എല്ലാ ജോലിയും കൂടി ചെയ്യണമെന്ന് ചില അമ്മമാർക്ക് വാശിയാണ്. അതൊരു വാശിയായിട്ട് എടുത്തതാണ്, അവർ വാശിയായിട്ടാണ് ചെയ്യും. അങ്ങനല്ല, ഏഷാ മഗ്‌രിബിനിടയിലുള്ള സമയത്ത് നീ കുട്ടികളുടെ കൂടെ വായിക്കണം. ഇപ്പൊ എനിക്ക് വായിക്കാനേ അറിയില്ല, ഞാൻ 3ാം ക്ലാസ്സിൽ വരെ പഠിച്ചിട്ടുള്ളൂ, എനിക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ല. എങ്കിൽ മകളോട് വായിച്ച് പഠിപ്പിക്കണം. മകളോട് പറയണം, എനിക്ക് വായിപ്പിച്ചു തരണം എന്ന് ഭാര്യയോട് പറയണം. ഭാര്യ വായിച്ചു പഠിക്കട്ടെ, മകളിൽ നിന്ന് ഭാര്യ പഠിക്കട്ടെ. അവർ ഞാൻ ഓളെടുത്തുനിന്ന് പഠിച്ചു, നിങ്ങൾക്ക് എന്തിന്റെ ചൂടാ?
അതൊക്കെ ആകെ ഒരു ഭക്ഷണത്തരകാരം. എന്ത് ഭക്ഷണത്തരം? ഉമ്മയിൽ നിന്ന് കുട്ടി വല്ലതും പഠിക്കണമെങ്കിൽ കുട്ടിയിൽ നിന്ന് ഉമ്മ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങളൊക്കെ ട്രെയിനിങ് കഴിഞ്ഞിട്ടല്ലേ വാപ്പായത് തന്നെ? ആണോ? നിങ്ങൾക്കൊക്കെ കുട്ടികളില്ലേ? ഉലട്ടതൊക്കെ പരീക്ഷിച്ചു കണ്ട് നിങ്ങളൊക്കെ കുട്ടികൾ വാപ്പുണ്ടായത്? പെണ്ണെട്ടിച്ചന്ന് രാത്രി നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും നേരത്തെ പഠിപ്പിച്ചെന്നീനോ? ഒരു ട്രെയിനിങ് ആരും നമുക്ക് തന്നിട്ടില്ല. എന്നിട്ട് ഒരു കുഴപ്പം പറ്റിയിട്ടില്ലല്ലോ. ഒക്കെ ഓവറായിട്ടേ ഉള്ളൂ. പറഞ്ഞു കേട്ടാൽ എല്ലാവരും വർത്താനം കേട്ടാൽ, ഞാൻ കേട്ടോടത്തോളം ഉള്ള എല്ലാവരും വർത്താനം ഓവറായിട്ടുള്ളത്. കുറഞ്ഞതായിട്ട് ഞാൻ ഇന്നലെ ഒന്നും ഇല്ലേനെന്ന് പറയണ്ട. എനിക്ക് ആർക്കും ഒരു പേടിയാണ്. ഇനി ഇല്ലാത്തവനും പറയല് ഇന്നലെ 5 6 എന്നൊക്കെയാണ്. അങ്ങനെ ഒന്ന് വിഷമമൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇങ്ങനത്തെ ഒരു സാഹചര്യം അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും നമുക്കാർക്കും ട്രെയിനിങ് കിട്ടിയിട്ടല്ലോ. പക്ഷെ കുട്ടിയെ വളർത്താൻ നമുക്ക് ട്രെയിനിങ് കിട്ടിയിട്ടില്ല. ഇവിടെ നമ്മൾ കുട്ടിയിൽ നിന്ന് ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് പഠിക്കേണ്ടതുണ്ട് പാഠങ്ങൾ. ഞാനൊരു ദിവസം എന്റെ മകനോട് പീടിയെ പോകാൻ പറഞ്ഞു. ഞാൻ പീടിയെ പോയി പഴം കൊണ്ടുവരാം. പഴം തന്നെ പറയും, ബനാന. പഴം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോ ചെറുപഴം വലിയ പഴമുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ചെറുപഴമാണ്, പക്ഷെ അവൻ കൊണ്ടുവന്നത് വലിയ പഴം. അപ്പൊ ഞാൻ അവനെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി, നീ ഇതവിടെ കൊണ്ടു കൊടുത്തിട്ട് ചെറുപഴം വാങ്ങിക്കൊണ്ടിട്ട് വലിയ പഴമല്ല വേണ്ടത്. ഇനി എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, ഇനി മേലാൾക്ക് നീ പീടി പോകാന്നിട്ട് എന്നോട് പറയണ്ടേ, അപ്പൊ തരണ്ടേ. ഞാൻ ഒറ്റവട്ടം പീടിയേക്ക് പറഞ്ഞേക്കൂലായിരുന്നു ഞാൻ. അപ്പൊ എന്നോട് പറഞ്ഞു രക്ഷപ്പെട്ടു. പിന്നെ മോനോട് നമ്മൾ എന്താ പറയാ, അവനൊന്ന് മൂടാക്കിയിട്ട് പറഞ്ഞേക്കാൻ വേണ്ടി, വീണ്ടും വിടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മക്കൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്, നമ്മളെ തളർത്തിക്കളയും. അപ്പൊ നമ്മളെ മക്കളിൽ നിന്ന് ഒരുപാട് പഠിക്കാണ്ട്. ജലാലുദ്ദീൻ റൂമി നിങ്ങൾ കേട്ടിരിക്കും. ഒരു മിസ്റ്റിക് കവിയാണ്, വലിയ ആളാണ്, വലിയ കവിയായിരുന്നു, പേർഷ്യൻ കവിയാണ്. അള്ളാഹുവിന്റെ സ്നേഹത്തെക്കുറിച്ച് വളരെ അഗാധമായി പാടിയിട്ടുള്ള ഒരു വലിയ കവിയായിരുന്നു ജലാലുദ്ദീൻ റൂമി. അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, ഒരമ്മ തന്റെ കുട്ടിയോട് ഒരുപാട് സംഭവങ്ങളെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, കുട്ടിയെ ധൈര്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു, മകനെ, നീ ഭൂതത്തെ കണ്ടാൽ പേടിക്കരുത്. ഭൂതം ഒരു പേടിത്തൂറിയാണ്. ഭൂതത്തിനെ കണ്ടാൽ ഉടനെ നീ എന്ത് ചെയ്യണം? ഭൂതത്തിന്റെ കഴുത്തിലേക്ക് ചാടിയിട്ട് അവന്റെ കഴുത്ത് പിടിച്ച് നെക്കിക്കളയണം. അങ്ങനെ അവനെ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് വിജയിക്കാൻ കഴിയും. ഭൂതത്തെ നിനക്ക് പേടിക്കേണ്ടി വരില്ല. കുട്ടി കുറെ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു. എന്നിട്ട് ഉമ്മയോട് ചുമ്മാ, ഭൂതത്തിന് ഉമ്മ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോ ഉമ്മ പറഞ്ഞു, ആ ഭൂതത്തിന് ഉമ്മ ഉണ്ടാവും. ആ ഭൂതത്തിന്റെ ഉമ്മ ആ ഭൂതത്തിനോട് ഈ കഥ പറഞ്ഞു കൊടുത്തിരിക്കുമോ? നമ്മൾ ആലോചിക്കണം, കുട്ടികൾ നമ്മളെ ബുദ്ധിയല്ല കുട്ടികൾക്ക്, ശരിയല്ലേ? ഭൂതത്തിന്റെ ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, നീ മനുഷ്യനെ കണ്ട ഉടനെ കഴുത്തിലേക്ക് ചാടിയിട്ട് കടിച്ചു കളയണം. ഉമ്മ പരാജയപ്പെട്ടു പോകും. ഇതാണ് നമ്മുടെ കുട്ടികളുടെ ബുദ്ധി. ഈ ബുദ്ധിയിൽ നിന്നുകൊണ്ടാണ് കുട്ടികൾ ഒടിച്ചോടുന്നത്. ഈ ബുദ്ധിയുള്ള കുട്ടികളാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, നിങ്ങൾ പറഞ്ഞതുപോലെ ബോധവൽക്കരണം. നമ്മൾ നാട്ടിൽ ചെന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു കാർ വാടക കൊടുക്കും, അല്ലെങ്കിൽ ഒരു ബൈക്ക് വാടക കൊടുക്കും. എന്നിട്ട് നാട്ടിലുള്ള എല്ലാവരും നമ്മൾ പോയി കാണും. അത് വലിയ സംഭവമാണ് അല്ലെ? എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോയി, ഞാനെ കണ്ടിട്ടില്ല, അപ്പനെ കണ്ടിട്ടില്ല, മറ്റവനെ നല്ല തന്നെ എല്ലാ സൗഹൃദങ്ങളൊക്കെ സ്ഥാപിക്കണം. പക്ഷെ ഒരുപാട് ആളുകളെ കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാണുന്നതിനൊരു ഉദ്ദേശം വേണം. നമുക്ക് നാട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രവാസികളായ കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ കഴിയും. നമ്മൾ ഇന്നുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ട് നമുക്ക് സംഘടിപ്പിച്ചുകൂടാ? വലിയ വലിയ യോഗങ്ങളും സമ്മേളനങ്ങളും സംഘടിപ്പിക്കുന്ന നമുക്ക്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഫുള്ള് കല്യാണ മണ്ഡപങ്ങളിലാണ് കല്യാണം നടക്കാറ്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് നിങ്ങൾക്കറിയില്ല. ഫുള്ള് കല്യാണ മണ്ഡപങ്ങളിലാണ്. വീട്ടിൽ നല്ല സ്ഥലം സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാവരും കല്യാണം, അതൊരു ലേറ്റസ്റ്റ് ഫാഷനാണ്. അപ്പോ ഈ കല്യാണ മണ്ഡപങ്ങളൊക്കെ ഇഷ്ടംപോലെ ദിവസങ്ങളിൽ ഒഴിവാണ്. ഒരു ദിവസം നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ പ്രവാസികളുടെയും കുടുംബങ്ങളെ ആ കല്യാണ വീട്ടിലെ, ആ കല്യാണ മണ്ഡപത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി ഒരു സദ്യ നൽകിയിട്ട് ഇതേക്കുറിച്ച് ഏറ്റവും ഭംഗിയായി സംസാരിക്കാൻ കഴിയുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞർ, സോഷ്യൽ ആക്ടിവിറ്റീസ് വർക്കേഴ്സ്, അതേപോലെ തന്നെ മനഃശാസ്ത്രജ്ഞർ തുടങ്ങിയ ആളുകളെ വിളിച്ചുകൂട്ടി അവർക്കൊരു വലിയ ബോധവൽക്കരണം സംഘടിപ്പിക്കാൻ, ഒരു പ്രദേശത്ത് സംഘടിപ്പിക്കാൻ നിങ്ങൾ ഒരൊറ്റ ആൾ മതി. നടക്കൂലേ? നിങ്ങളൊരാൾ വിചാരിച്ച ഒരു 10 ആൾ ഉണ്ടാക്കാൻ ഒരു പ്രയാസമേ അല്ല. നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ കാശ്, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇത് സംഘടിപ്പിക്കാൻ ഇത്ര കാലമായി നമ്മൾ ശ്രമിച്ചിട്ടില്ല. നമ്മളാണ് കുട്ടികൾ അയലോക്കത്ത് നിന്ന് ചാടി പോകുമ്പോ, ഓന്റെ മോൻ പോവും, ഹുസൈനല്ലേ, ഹുസൈന്റെ അമ്മാനെ എനിക്കറിയാം, ബാപ്പാനെ എനിക്കറിയാം, ബാപ്പാന്റെ ബാപ്പാനെ എനിക്കറിയാം, അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആരറിഞ്ഞിട്ട് കുട്ടി പോയില്ലേ? നമ്മളത് പോകുമ്പോ അവരും അങ്ങനെ പറയും, ഓന്റെ ബാപ്പാനെ എനിക്കറിയാം, അമ്മാനെ അമ്മാന്റെ അമ്മാനിക്കറിയാം. അതല്ല വേണ്ടത്. നമ്മൾ ബോധവൽക്കരണം നടക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു മനഃശാസ്ത്രജ്ഞനെ വിളിച്ചിട്ടോ ഒരു ചാടിപ്പോയ പെൺകുട്ടികളെ കഥ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് വരെ ചാടിപ്പോയ ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടിട്ടില്ല.
ഏതെങ്കിലും ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടതായി നിങ്ങൾക്കറിയാം? ഒരു 1-2 കൊല്ലം മര്യാദക്ക് പോകും, അല്ലാതെ അതൊന്നും മര്യാദ അല്ല. എങ്ങനെ പോയാലും ആ രീതിയിൽ പോകും. പിന്നീട് അലസി പിരിഞ്ഞ് സ്വന്തം വീട്ടിലേക്കോ റെയിൽവേ ട്രാക്കിലേക്കോ വേശ്യാലയത്തിലേക്കോ ഈ പെൺകുട്ടികൾ പോകും. എല്ലാ പെൺകുട്ടികളും, ഞാനിത് വെറുതെ പറയില്ല. ഇത്തരം ഒരു പരിപാടിയിൽ ചാടിപ്പോയി വേശ്യാലയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകയായി മാറിയ ഒരു പെണ്ണ് അവളുടെ അനുഭവം വിശദീകരിച്ചു. ഇത്തരമൊരു പരിപാടി. ഇത് കൂടാതെ ചാടിപ്പോയി പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയും ഇതേ അനുഭവം ആ പരിപാടിയിൽ വിശദീകരിച്ചു. അത് മാത്രം മതി. ആ സദസ്സിനെ ഇളക്കി മറിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പ്രവാസികളുടെയും പെൺകുട്ടികളോടും ഭാര്യമാരോടും ഈ സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു. നമുക്കെന്തുകൊണ്ട് അങ്ങനെ ഒന്നും സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇതുവരെ? നമ്മൾ മൂട്ടയോട് ചെയ്യുന്ന യുദ്ധം ഇത്തരം സമീപകാല നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് തിരിച്ചുവിടുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്താൽ നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയി ചെയ്യേണ്ട ഒരു കാര്യം, വ്യക്തിപരമായി ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിലെ കുട്ടികളിലേക്ക് നാം വലിയൊരു പാലം സ്ഥാപിക്കേണ്ടതുണ്ട്. ആ പാലത്തിലൂടെ ഒരിക്കലും തെന്നാതെ നടക്കാൻ അവർക്ക് നമ്മളൊരു വഴി കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഞാൻ നിന്റെ ബാപ്പയാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് ഒരാൾ ബാപ്പയാകില്ല. ഞാൻ നിന്റെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാപ്പയിലേക്ക് കയറി ചെല്ലാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളൊരു വലിയ പരിവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദീർഘമായ ഒരു വിഷയം പറയാനാണ് ഞാൻ ആരംഭിച്ചത്. ഇൻഷാ അല്ലാഹ് എന്റെ സമയം കഴിയുകയും ശേഷം വരുന്ന എപ്പോഴെങ്കിലും സംബന്ധിക്കാൻ സാധിച്ചാൽ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ പങ്കുവെക്കാൻ ഞാൻ തയ്യാറാണ്. എന്നെ വിളിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ಇನ್ಶಾಅಲ್ಲಾ ನಮ್ಮ ಕಾರ್ಯಕ್ರಮದ ಕೊನೆಯ ಹಂತವಾಗಿ ನಾವು ತಲುಪಿದ್ದೇವೆ. ಇನ್ಶಾಅಲ್ಲಾ ಎಲ್ಲರಿಗೂ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸಿ ಮರಾಲಿಗೆ ಮೆಹಬೂಬ್ ರಹಮಾನ್ ಸಕಾಫಿ ಸಾಹೇಬರನ್ನು ಆದರಪೂರ್ವಕ ಕ್ಷಣಿಸುತ್ತಿದ್ದೆ. ನಮ್ಮ ಕ್ಲಾಸ್ ರೂಮ್ ನಲ್ಲಿರುವ ಎಲ್ಲ ಕಾರ್ಯಕರ್ತರಿಗೂ ಧನ್ಯವಾದಗಳನ್ನು ಸಮರ್ಪಿಸಿ ಇದನ್ನು ಕೊನೆಗಾಣಿಸುತ್ತಿದ್ದೇವೆ.